നമ്മൾക്ക് അല്ലാഹുവിന്റെ ഫضل കൊണ്ട് ലൈലത്തുൽ ഖദറിനെ മുസാഫഹത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും നാളെ സ്വർഗ്ഗത്തിൽ ലൈലത്തുൽ ഖദറിനെ മുസാഫഹത്ത് ചെയ്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ആ റമദാൻ നമ്മളിലേക്ക് പെട്ടെന്ന് വന്നു, വളരെ പെട്ടെന്ന് ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെ പോയി. എന്ത് പെട്ടെന്നാണ്. എല്ലാരും ചൂട് ചൂട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് അല്ലാഹു തആല കുറച്ച് മഴയൊക്കെ തന്നു, നമ്മളെ സന്തോഷിപ്പിച്ചു. വലിയ അനുഗ്രഹമായിരുന്നു. പക്ഷെ എത്ര പെട്ടെന്നാണ് പോയത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം പോലെ പോകും, ഒരു മാസം എന്ന് പറയുന്നത് ഒരാഴ്ച പോലെ പോകും, ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു ദിവസം പോലെ പോകും, ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പോലെ പോകും, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മിനിറ്റ് പോലെ പോകും, ഒരു മിനിറ്റ് ഒരു നിമിഷം സെക്കൻഡ് പോലെ പായും. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കാലമല്ലേ ഇത്. നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് ഏഴാമത്തെ റമദാനാണ്. സത്യം എനിക്കറിയില്ല, ഞാൻ 4 പറഞ്ഞിരുന്ന 7ാമത്തെ റമദാനാണത്. ഞാൻ ജോലി ചെയ്തിട്ട് ഇന്നുവരെ ഒരു പള്ളിയിൽ 7 റമദാനിൽ ജോലി ചെയ്തിട്ടില്ല. 3 റമദാൻ കൂടി പോയിട്ട് ഇതിപ്പോ 4 ഓവർ ടൈം ആയിട്ടുണ്ട്. അന്ന് നമ്മൾ ആലോചിച്ചുമ്പോൾ ഇത്ര പെട്ടെന്നായോ ഇത്, ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇത്ര പെട്ടെന്ന് ദിവസം മുതൽ ലോകാവസാനത്തിന് അടയാളമാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളമാണിത്. പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ പോവുക എന്നുള്ളത്. മണിക്കൂർ ശരിയല്ലേ, ഒരു മാസം ഇതാ പോയി. ഇനി അടുത്ത ഹജ്ജിന്റെ ദിവസങ്ങളും ഹജ്ജിന്റെ മാസങ്ങളുമാണ്. അല്ലാഹുവിനെ പടച്ചവനെ, ഇനി ഞങ്ങൾക്ക് ധാരാളം റമദാനിൽ പങ്കാളിത്തം വഹിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. വലിയ ഭാഗ്യമാണ്. ഒരുപാട് അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാനിൽ തന്നിട്ടുള്ളത്. ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്, കണക്കില്ല. കാരണം ഈ പാതിരാ സമയത്ത് ഇങ്ങനെ അല്ലാഹുവിന് വേണ്ടി രാത്രി ഒരുമിച്ച് കൂടുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു കാണുമ്പോൾ അല്ലാഹുവിന്റെ സന്തോഷമാണ്. തന്റെ മലക്കുകളെ നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൗഢി പറയും, നിങ്ങൾ നോക്കി, നിങ്ങൾ ഭൂമിയിലോട്ട് നോക്ക്, പള്ളികളിലേക്ക് നോക്ക്, എന്റെ ദാസന്മാർ കണ്ടില്ലേ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, എന്റെ ദാസന്മാർ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഒന്ന് നിങ്ങൾ നോക്കി എന്ന് മലക്കുകളോട് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൗഢി നടിക്കുമെന്നാണ്. വയുബാഹി അൽ മലായിക, അല്ലാഹു തആല മലക്കുകളോട് ഇങ്ങനെ പ്രൗഢി നടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. നോക്കി നോക്കി മലക്കുകളെ, ഞങ്ങളുടെ പള്ളികളൊക്കെ നോക്കും, എല്ലാ പള്ളികളും. അപ്പൊ എത്ര വലിയ ഭാഗ്യമാണ്. നമ്മുടെ 10 ദിവസമായി എത്തിക്കാൻ ഈ പറഞ്ഞ പോലെ 11:30 11:45 നമ്മളിവിടെ പ്രസംഗം തുടങ്ങും, ദിക്ർ തുടങ്ങും. അൽഹംദുലില്ലാഹ്, നല്ല ചെറുപ്പക്കാരടക്കം എത്ര പേരെ, 900 പേര് നമ്മുടെ ഈ പള്ളിയിൽ കൂടുന്നു. വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. ഇത്രയും ദിവസം അൽഹംദുലില്ലാഹ് ഖബറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മുഅ്മിനൂനിലെ ഒരു ആയത്ത് എടുത്തിട്ടാണ് നമ്മൾ ഈ 4-5 ദിവസത്തോളം നമ്മളിവിടെ സംസാരിച്ചു. 4 ദിവസത്തോളം. ഇനി നമ്മൾ ആ ഖബറിന്റെ പ്രകമ്പനമാണ് നമ്മൾ പറയുന്നത്. ഖബർ ആരോടും ഒരു വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്നുള്ളതാണ്. ആരോടും ഒരു വിട്ടുവീഴ്ച ചെയ്യൂല ഖബർ. നമ്മൾ ചിന്തിക്കണം, നമ്മളെല്ലാവരും നാളെ മരിച്ചു പോകുന്നവരാണ്. മരണപ്പെട്ടു പോകുമ്പോൾ നമ്മളോടൊപ്പം ആരുടെ കൂടെ വരാൻ? എല്ലാവരും എവിടെ എത്തും? എവിടെ വരെ വരും? പള്ളിക്കാട് വരെ ഉണ്ടാകും. നാളെ പള്ളിക്കാട് വരെ അല്ലേ? പള്ളിക്കാട്ടിലാണ് നിന്റെ മണിയറ. എവിടെയാ മണിയറ? വീട്ടിലല്ല മോനെ, പള്ളിക്കാട്ടിലാണ് നിന്റെ മണിയറ. എല്ലാരും വീട്ടിലാണ് കരുതിയില്ലേ? കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റിൽ മരിച്ചുപോയി, മണിയറ എവിടെയായിരിക്കും? ചിരിക്കാനൊന്നുമില്ല. ഫസ്റ്റ് നൈറ്റിൽ മരിച്ച എത്രയോ പേരും, ഫസ്റ്റ് നൈറ്റിൽ മരിച്ച എത്രയോ പേരും. അതൊക്കെ എനിക്കറിയാവുന്ന സംഭവങ്ങൾ. ഇതൊക്കെ എത്രയോ പേര് വാങ്ങിയങ്ങനെ കിടക്കാണ്. രാത്രി വന്ന് കിടക്കുന്നു, എഴുന്നേൽക്കുന്നില്ല. രാവിലെ ഭാര്യ എഴുതി ആ ക്ഷീണം കൊണ്ട് കിടക്കുകയായിരിക്കുന്നു. ബെഡ് കാഫി ഒക്കെ ആയി വന്നു, സുബഹി കഴിഞ്ഞു, സൂര്യൻ ഉദിച്ചു, എഴുന്നേൽക്കുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ 4 മണിക്കൂർ മുമ്പേ ആള് പോയി, സംഭവം പോയി.
അപ്പൊ അതാണല്ലേ സംഭവം. മരണത്തിന് ഇപ്പൊ ദിവസങ്ങളൊന്നോ കാലങ്ങളൊന്നോ സമയങ്ങളൊന്നോ ഒന്നുമില്ല. എപ്പോഴും എവിടെ വെച്ച് മരിക്കാം. 2 ഫസ്റ്റ് നൈറ്റ് ആണ്. ഒന്ന് ദുനിയാവിലെ ഫസ്റ്റ് നൈറ്റ്, 2 ആഖിറത്തിലെ ഫസ്റ്റ് നൈറ്റ്. ദുനിയാവിലെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് വലിയ സന്തോഷമായിരിക്കും, കൂട്ടുകാരെല്ലാവരും ഉണ്ട്, വലിയ സന്തോഷമാണ്. ആഖിറത്തിലെ ഫസ്റ്റ് നൈറ്റിൽ നമ്മളോടൊപ്പം ആരും ഉണ്ടാവില്ല. അതാണ് പള്ളിക്കാട്ടിലെ മണിയറ. നാളെ നമ്മുടെ മണിയറ പള്ളിക്കാട്ടിലാണ്. ആ മണ്ണറ മണിയറയായി മാറണം. അതാണ് നമ്മൾ 5-6 ദിവസം സംസാരിച്ചു വന്നുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മോളെ കബറടക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കരഞ്ഞത് കണ്ടിട്ട് സഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് ഹബീബേ അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദക്കറതു ഇബ്നതി വദഅഫഹാ വഅദാബൽ ഖബരി. എന്റെ മോളുടെ ആ ബലഹീനത ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണ് സഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളുണ്ടായിരുന്നു. 7 മക്കൾ, 3 കുഞ്ഞുമക്കളെ ബാല്യത്തിലേ മരിച്ചുപോയി. ശൈശവത്തിലെ മരിച്ചുപോയി. ബാല്യം പറഞ്ഞിട്ടില്ല, ശൈശവത്തിലേ മരിച്ചുപോയി. കുഞ്ഞുകുട്ടിയായിരുന്നപ്പോ തന്നെ ആ കുട്ടികൾ മരിച്ചുപോയി. കൊച്ചു കുഞ്ഞ് മരിച്ചുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ കുഞ്ഞ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ഭാര്യത്തുൽ ഖുദ്ദിയ റളിയല്ലാഹു തആല അൻഹ എന്ന ഭാര്യയിൽ നിന്നും ഉണ്ടായിരുന്ന ഒരു മകനാണ് ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു. ഭയങ്കരമായ പനി കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ. കുട്ടി എങ്ങനെ വരച്ച് മരിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് ഈറനടിഞ്ഞ് കണ്ണിൽ നിന്ന് ഒഴുകുകയാണ് കണ്ണുനീര്, മുബാറക്കായ കണ്ണുനീര്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കൾ തൊട്ടടുത്ത് നിന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അങ്ങ് കരയുകയാണോ? ഞങ്ങളോട് കരയരുത് എന്ന് പഠിപ്പിച്ചിട്ടെന്ന് കരയുകയാണോ റസൂലേ? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, ഇബ്നു ഔഫ് നീ അങ്ങനെ പറയരുത് കേട്ടോ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ വേർപാടിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പൊട്ടിക്കരയാൻ ഒരു അവസരം അല്ലാഹു നൽകിയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് എന്റെ മകന്റെ ഫിറാഖിലാണ്, എന്റെ മകന്റെ വിയോഗത്താൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കരയുന്നത് ഞാനായിരിക്കും. പക്ഷെ എന്റെ റബ്ബ് എന്നോട് അനുവദിച്ചിട്ടില്ല അങ്ങനെ പൊട്ടിക്കരയാൻ. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ കരയുമ്പോ, കുഞ്ഞുമക്കളൊക്കെ മരിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം ചെറുതാണോ? ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം 3 വയസ്സായ കുട്ടികളെ മരിച്ചില്ല. എത്രയോ കുട്ടികൾക്ക് മരണപ്പെട്ടു. നമ്മുടെ കുഞ്ഞുമക്കള് നേരത്തെ മരണപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ നമുക്ക് അല്ലാഹു ഒരു സ്വർഗ്ഗം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗ്ഗം കിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ എന്റെ പേരിൽ നമ്മൾ വിഷമിക്കേണ്ടെന്ന് അതിന്റെ അർത്ഥം പറഞ്ഞത്. അതൊക്കെ ജുമായിക്കൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, എല്ലാം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ പേര് കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടു പോയി അതിന്റെ പേരിൽ നമ്മൾ ദുഃഖിക്കുന്നുണ്ടാവും. ഈ കുഞ്ഞുമക്കളെ ഏറ്റെടുത്ത് നാളെ ആഖിറത്തിൽ വളർത്തുന്നത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അവിടുത്തെ ഹാജറ, സാദാ ഹാജറ, അവിടുത്തെ പത്നിമാരാണ് ഈ കുഞ്ഞുമക്കളെ ഏറ്റെടുത്ത് വളർത്തുകയും താലോലിക്കുകയും സന്തോഷിപ്പിക്കുകയും അവരെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ഖിയാമത്ത് നാൾ എത്തുമ്പോൾ അവരുടെ മാതാപിതാക്കളെ കണ്ടുമുട്ടിയാൽ ഈ മക്കളെ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമെന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി. ഈ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോയാൽ അവരെ ഏറ്റെടുത്ത് വളർത്തുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഫലസ്തീനിലെ മക്കളെയൊക്കെ വളർത്തുന്നത് ആരാ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്നൽ അത്ഫാല യജ്തമിഊന ഫീ മൗഖിഫിൽ ഖിയാമത്തി ഇൻദ അറദിൽ ഖലായിഖ്. ഖിയാമത്ത് നാളിൽ എല്ലാവരും വിചാരണ നേരിടുന്ന സമയത്ത് കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കളെയും അല്ലാഹു വിചാരണയ്ക്ക് വിധേയരാക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞുമക്കളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, മലക്കുകളെ ഈ കുഞ്ഞുങ്ങളോട് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറയണേ. ഉടനെ മലക്കുകളോട് പറയും, മർഹബൻ ബിദുആഇൽ മുസ്ലിമീൻ ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സന്തോഷത്തോടെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ, നിങ്ങൾക്ക് ഹിസാബില്ല, വിചാരണയില്ല, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതില്ല. ഉടനെ അവർ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക്
സ്വർഗത്തിലേക്ക് എത്തി നിൽക്കുമ്പോ അവർ കടക്കുന്നതിന് മുമ്പ്, സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ മലക്കുകളോട് ചോദിക്കുകയാ, എവിടെ ഞങ്ങളുടെ ഉമ്മ, എവിടെ ഞങ്ങളുടെ ഉപ്പ? മറന്നുപോയില്ല. നമ്മുടെ കുഞ്ഞ് മരിച്ചിട്ട് 10 വർഷമായിട്ട് നമ്മൾ മറന്നു കാണും, 20 വർഷമായിരിക്കും നമ്മൾ മറന്നു കാണും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ മറന്നിട്ടില്ല. നമ്മുടെ കുട്ടികൾ മറക്കൂല. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് കുഞ്ഞുമക്കളെ ചോദിക്കൂ അത്രേ, ഞങ്ങളുടെ ഉമ്മമാരെവിടെ, ഉപ്പമാരെവിടെ? അത് കണ്ടിട്ടില്ല. നമ്മളെ മുലയുടെ പ്രായത്തെ മരിച്ചുപോയത്, നമ്മളുടെ പ്രായത്തിൽ അവിടെ നിന്ന് വന്നതാണ്. അവിടെ ഉപ്പയും ഉപ്പയൊന്നും കണ്ടില്ല. എവിടെ ഉപ്പ? ഉടനെ മലക്കുകളെ പറയും, അവരെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ പോലെയല്ല. അവർക്ക് ഒരുപാട് വിചാരണകളുണ്ട്. ഒരുപാട് കാലം ജീവിച്ചവരാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്തവരായിരിക്കാം, ഒരുപാട് കുറ്റങ്ങളുള്ളവരായിരിക്കാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ അവർ മറുപടി പറയാതെ നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിയില്ല. ഉടനെ ആ കുഞ്ഞുമക്കൾ ഇത് കേട്ടപ്പോ അലമുറയിട്ട് ബഹളുണ്ടാക്കും കുട്ടികൾ. നമ്മുടെ വാപ്പ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ വാപ്പാടെ മുന്നിൽ വെച്ച് കുട്ടികൾ അലമുറയിട്ട് കരയുമ്പോ വാപ്പ യാത്ര ചിലപ്പോൾ സ്റ്റോപ്പ് ആക്കിയേക്കും. അല്ലെങ്കിൽ കുട്ടിയെ കൂടെ എടുത്തിട്ട് ആ കാറിൽ കുറെ ദൂരം കൊണ്ടുപോകും ഒരു സമാധാനത്തിന്. കുട്ടികളെ സമാധാനിപ്പിക്കണം, അത് വാപ്പാമാരുടെ ബാധ്യത. മലക്കുകളുടെ മുന്നിൽ സ്വർഗത്തിന്റെ വാതിൽക്കൽ മക്കൾ കിടന്ന് നിലവിളിക്കുമ്പോ അല്ലാഹു ചോദിക്കുന്നു, മലക്കുകളെ എന്തേ ഒരു കുഞ്ഞുമക്കളുടെ ശബ്ദം കേൾക്കുന്നു? ഉടനെ മലക്കുകളുടെ മറുപടി, റബ്ബനാ തുഫാലുൽ മുസ്ലിമീൻ ഇന്നഹും യഖൂലൂന ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബായിനാ വ ഉമ്മഹാതിനാ. അല്ലാഹു മുസ്ലിമീങ്ങളുടെ മക്കളാണ് പടച്ച റബ്ബേ. അവര് പറയുകയാണ്, നിലവിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഇല്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല. അവിടെയും അവരെന്താ സമരം? കുട്ടികളുടെ സമരം ഇവിടെ കണ്ടിട്ടുണ്ടോ? വാപ്പയും ഉമ്മയും ഇല്ലാതെ ഞങ്ങളുടെ സ്വർഗത്തിൽ കയറില്ല. ഞങ്ങൾക്ക് വാപ്പയും ഉമ്മയും ഇല്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ തഹല്ലലു വൽ ജുമാ, അവരെ ആൾക്കൂട്ടത്തിലേക്ക് ജനസഞ്ചയത്തിലേക്ക് ഇറക്കി വിട്. എന്നിട്ട് അവരുടെ പിതാക്കന്മാരുടെ മാതാക്കളുടെ കൈകളിലേക്ക് അവരുടെ കൈകളെ കോർത്തിണക്കിക്കൊട്. ആ ഉപ്പയെ ഉമ്മയെ വിളിച്ചുകൊണ്ടവർ സ്വർഗത്തിലേക്ക് പോകട്ടെ. മലക്കുകളെ, അവർക്ക് വിചാരണ വേണ്ട, അവർക്ക് ഹിസാബ് വേണ്ട. അല്ലാഹു കുഞ്ഞു മക്കളുടെ കണ്ണീരിനോട് അല്ലാഹുവിന്റെ സ്നേഹം കണ്ടവൻ. ഈ കുട്ടികളുടെ കരച്ചിൽ കാരണം അല്ലാഹു പറഞ്ഞു, ആ വാപ്പായും ഉമ്മായും എന്ത് തെറ്റ് ചെയ്താലും അതങ്ങോട്ട് വിട്ടുതരാൻ നീറ്റാക്കിക്കളെ, കമ്പ്യൂട്ടർ നിർത്തുകളെ, ആ കുട്ടികളെ കൊണ്ട് അർപ്പിച്ച് നരസ്വരത്തിലെ കൊണ്ട്. അല്ലാഹ് എത്ര വലിയ കരുണയുള്ളവനാണ്! അല്ലാഹ് എത്ര വലിയ കരുണയുള്ളവനാണ്! ആ കുഞ്ഞിന്റെ കരച്ചിൽ കാരണം വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ സ്വർഗം കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ വെച്ച് തന്നെ ഒരു കുട്ടി മരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എന്റെ ദാസന്റെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ മലക്കുകളെ? അതേ അല്ലാഹ്. ഉടൻ തന്നെയാണ് അല്ലാഹു പറയുന്നത്, അതിന്റെ പേരിൽ അവന് സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണേ. ആ വീടിന്റെ പേര് സമൂഹ ബൈത്തുൽ ഹംദ്, സ്തുത്യർഹ ഭവനം എന്നതിന് പേരിട്. ആ വീടിന്റെ പേരിട് സ്തുത്യർഹ ഭവനം, ബൈത്തുൽ ഹംദ്. വലിയ ഭാഗ്യം. അതുകൊണ്ട് ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുഞ്ഞുമോന് മരണപ്പെട്ടു പോയി. 3 കുട്ടികളുണ്ടായിരുന്നു, അബ്ദുല്ലാഹ്, ഇബ്രാഹിം, ഖാസിം. ഈ 3 മക്കളും മരിച്ചുപോയി. ചെറുപ്പത്തിലെ ശൈശവത്തിലെ വഫാത്തായി. പിന്നീട് 4 പെൺമക്കളാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒഴികെ ബാക്കിയുള്ള 3 പെൺമക്കളും മരിച്ചുപോയി. നബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി മാത്രമായിരുന്നു നബിതങ്ങളുടെ വഫാത്തിന്റെ സമയത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി. അതിൽപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഖബറടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുപോയത്.
എന്താ കരഞ്ഞതിന്റെ കാരണം? എന്റെ മകളുടെ കബർ ഞെരിക്കുന്നത് ഞാൻ കണ്ടു സ്വഹാബത്തെ. റസൂലിന്റെ മോളുടെ കാര്യം പറഞ്ഞിട്ടോ, ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞാണ് അത് ഞെരിക്കുന്നത് ഞാൻ കണ്ടു. ഉടനെ ഞാൻ ദുആ ചെയ്തു, അല്ലാഹ് എന്റെ മകളെ നീ അതിൽ നിന്ന് സംരക്ഷിക്കണം അല്ലാഹ്. ഹത്താ ഫറജല്ലാഹു അൻഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയില്ലേ മകളുടെ കാര്യം. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കബറിനെ ചെറുക്കുമ്പോ ആരുണ്ടാവും അടുത്ത്? ആര് കാണും അടുത്ത്? ആര് സഹായിക്കാൻ വരും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ മകള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ ഉമ്മയാണ്. അലിയാർ തങ്ങളുടെ ഭാര്യയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരിമമോളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് കരഞ്ഞതും ഫാത്തിമയാണ്. ആ കിടക്കയിൽ കിടന്ന് അല്ലാഹുവിന്റെ റസൂൽ വിദൂരത്ത് നിൽക്കുന്ന ഫാത്തിമയെ ചേർത്ത് പിടിച്ച് അൽബിനോട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു, മോളെ നീ കരയണ്ട, നീ കരയരുത് മോളെ. ഈ കുടുംബത്തിൽ നിന്ന് എന്നെ കണ്ടുമുട്ടുന്നത് ആദ്യം നീ ആയിരിക്കും. എന്റെ മോള് ഫാത്തിമ കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ ചിരിച്ചുപോയി. ആയിഷ റളിയല്ലാഹു തആല അത് കണ്ടു. പിന്നീട് ഒരിക്കൽ ആയിഷ ബീവി ഫാത്തിമയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഫാത്തിമ, നീ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ചിരിക്കാനുള്ള കാരണമെന്തേ? അപ്പോഴാണ് ഈ രഹസ്യം പുറത്തു വിട്ടത്. എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ ഏറ്റവും അടുത്ത് എന്നെ കാണാൻ എന്റെ മകള് ഫാത്തിമയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ എനിക്ക് അടക്കാൻ പറ്റാത്ത സന്തോഷമായി. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഒരു അവസരം ഉണ്ടോ? നമുക്കൊക്കെ വളരെ ശ്രമിക്കണ്ട, മകളെ കരയണ്ടെന്ന് പറയാൻ വല്ലതും പറ്റുമോ നമുക്ക്? ഫാത്തിമ അത്രയും ലളിതം ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഫാത്തിമ. ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന്റെ സമയത്ത് ഉപ്പയില്ല, ഇതങ്ങളില്ലല്ലോ. ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ലമ്മാ മാതത് ഫാത്തിമത്തു ബിൻത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹമല ജനാസതാ അലി والحسن والحسين وابو ذر الغفاري. ഈ നാലുപേരാണ് മയ്യത്ത് ചുമന്നത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ വഫാത്തായപ്പോ അവിടുത്തെ ഭർത്താവ് അലിയാനി തങ്ങള് ഫാത്തിമ ബീവിയുടെ രണ്ട് മക്കളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ട അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല ഈ നാലുപേര് ചേർന്ന് മയ്യത്ത് എടുത്തുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് പോകുകയാണ്. ഖബറിന്റെ അരികിൽ കൊണ്ട് മയ്യത്ത് വെച്ചിട്ട് അബൂ ദർ ഗിഫാരി മാനങ്ങ് ചോദിക്കുകയാണ്, ഖബറേ ഇതാരാണെന്നറിയോ? നിന്റെ അരികിലേക്ക് കൊണ്ടുവച്ചത് ആരെയാണെന്നറിയോ? നിനക്ക് ആരാണെന്നറിയോ? ഇത് ഫാത്തിമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുമോള് ഫാത്തിമയാണ്. അലിയാനി തങ്ങളുടെ ഭാര്യയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ ഉമ്മയാണ്, മാതാവാണ്. അതുകൊണ്ട് ഖബറേ നീ ഒന്ന് സൂക്ഷിക്കണേ. അരിമമകള് ഫാത്തിമയെ നീ ഒന്നും ചെയ്യരുതേ, വേദനിപ്പിക്കരുത്, ഞെരിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോളെ കുറിച്ച് അബൂ ദർ ഗിഫാരി വിളിച്ചു പറഞ്ഞപ്പോ ഫസമിഉ സൗതൻ മിൻ ഖബരിഹാ, ആ ഖബറിൽ നിന്ന് ഒരു ശരീരി കേട്ടു അത്രേ. എന്താ ശരീരം അറിയോ? മാ അന ബിമൗളിഇ ഹസബിൻ വനസബിൻ, എനിക്കിവിടെ കുടുംബവും ഗോത്രവും എന്ന് എനിക്കറിയണ്ട. ഇന്നമാ അന മൗളിഉൽ അമലി സാലിഹ്, സാലിഹായ വല്ല കർമ്മവും ചെയ്തിട്ടാണോ വന്നത് അവർക്ക് ഞാൻ രക്ഷയാണ് കേട്ടോ. പ്രവാചകന്റെ മോളല്ല, അലിയാനി തങ്ങളുടെ ഭാര്യയല്ല, ഹസൻ ഹുസൈനിന്റെ ഉമ്മയല്ല, ഇനി ആരുമായാലും എന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നവരുടെ കൈവശം വല്ല നന്മയുണ്ടോ എങ്കിൽ അവർക്ക് ഖബർ സുഖമാണ്, ഇല്ല എങ്കിൽ അവർക്ക് വളരെ വിഷമമാണ്. ആരുടെ കാര്യം പറഞ്ഞതറിയോ? മണക്കാട്ടുള്ള നമ്മുടെ ജമാഅത്തിന്റെ കാര്യമല്ല ഇത്. ആരുടെ കാര്യം അറിയോ? പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അവസ്ഥയായി പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു റെക്കമെൻഡേഷൻ ചെയ്തതാ, ഒരു റെക്കമെൻഡേഷൻ ചെയ്ത സഹാബാക്കൾ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. എടുക്കല്ലേ? ഇന്നലെ ഖബറിന് ഞെരുക്കമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ? ഖബർ ഞെരുക്കളെ
പോയവരുടെ ആദ്യത്തെ പണിയല്ല കബർ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ എല്ലാവരെയും നമ്മൾ മരണപ്പെട്ടവരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അവരുടെ ഖബർ ഒരുക്കി. വലിയ മഹാനാണ്, പക്ഷെ ഭക്തനല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് അടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഖബർ ഒരുക്കുന്നത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ കണ്ടിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. സഹാബാക്കൾ അത് ഏറ്റെടുത്ത് വിളിച്ചു പറഞ്ഞു. പിന്നീട് ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, ഒരിക്കലും ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില അനുഭവങ്ങളാണ് ഞങ്ങൾ അന്ന് ആ സഅദ് ഇബ്നു മുആദിന്റെ ഖബർ അടക്കുന്ന സമയത്ത് കേട്ടത്. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ ഇന്നലിൽ ഖബീല വമ്മാ, സഹാബത്തെ ഖബറിന് ഞെരുക്കമുണ്ട്. സഹാബ ലൗ കാന അഹദു മിൻഹാ നാസിയാ, ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ ലകാന സഅദ് ഇബ്നു മുആദ്, ഈ സഅദ് ഇബ്നു മുആദിനെ ഖബർ വെറുതെ വിടുമായിരുന്നു. ഈ സഅദ് ഇബ്നു മുആദിനെ ഖബർ വെറുതെ വിടുമായിരുന്നു, അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല എന്നർത്ഥം. എന്താ കാരണം? കാന യുഖസ്സിറു ഫീ ബഅദി തുഹൂരി മിനൽ ബൗൽ, മൂത്രം ഒഴിച്ചതിന് ശേഷം ശ്രദ്ധിക്കാതെ പോയ വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞല്ലോ ഖബറിൽ ശിക്ഷ ഉണ്ടാകുന്ന 4 കാരണം. അതിൽ ഒരെണ്ണം എന്താണ്? വൽ ബൗലു ഖായിമൻ, നിന്ന് മൂത്രം ഒഴിക്കൽ. വൽ ബൗലു ഖായിമൻ, ഖബറിൽ ശിക്ഷ ഉണ്ടാകുന്ന 4 കാരണത്തിൽ ഒരു കാരണമാണ് നിന്ന് മൂത്രം ഒഴിക്കൽ. നിന്ന് മൂത്രം ഒഴിക്കൽ. നമ്മളെ മൂത്രം ഒഴിച്ചിട്ട് കാര്യമില്ല, അവിടെ സൂക്ഷിച്ചോളി. ഖബറിൽ നമ്മളെ ആരും നമ്മളെ രക്ഷിക്കാൻ കാണില്ല, ഒരു മനുഷ്യനെ കാണില്ല, ആരും വരില്ല. ഒറ്റയ്ക്ക് ഏകാന്ത തടവറയാണ് ഖബർ എന്ന് പറയുന്നത്. ഏകാന്ത തടവറയാണ്. ഏകാന്ത തടവറ ഖബർ. അതുകൊണ്ടാണ് സഹാബാക്കൾ നബിയൊക്കെ ഖബർ കണ്ടിട്ട് ഇങ്ങനെ പോയി പൊട്ടിക്കറിയുന്നത്, എപ്പോഴും കരയുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ രാത്രിയൊക്കെ പോയി ഖബറിലേക്ക് ദുആ ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ ഓർക്കട്ടെ, നമ്മൾ കരയട്ടെ. ഫാത്തിമയെ വിടാത്ത ഖബർ, ആരെ വിടാത്ത, സൈനബിനെ വിടാത്ത ഖബർ. നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ കൊണ്ട് അടക്കുന്നു. പടച്ചവനെ, ഇനി അവിടെ എന്തായിരിക്കും അവിടുത്തെ കാര്യം, എന്താ അവിടെ നടക്കാൻ പോണത്, എന്താ അവിടുത്തെ സംഭവം, ഒന്നും നമുക്ക് ഒരു വേവലാതിയും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബർ എല്ലാവരെയും ഞെരുക്കും. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചില ആളുകളുണ്ട്. അതിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ. അമ്പിയാക്കളെ ഖബറിൽ ഞെരുക്കൂല. അമ്പിയാക്കളെ പ്രവാചകന്മാർ അവരെ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്. വഹുവ ഫീ ഖബരിഹി ഹയ്യുൻ, അവരെ അല്ലാഹു ഞെരുക്കൂല. അമ്പിയാക്കളെ അല്ലാഹു ഖബറിൽ വേദനിപ്പിക്കൂല. വിസാലത്തിന് വേണ്ടി വന്നവരാണ്. അല്ലാഹുവിന്റെ ദീനിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി കടലിറങ്ങി വന്നവരാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ ഞെരുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയെ ഖബറിൽ ഞെരുക്കൂല. നമ്മളത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു. അലിയാർ തങ്ങളുടെ ഉമ്മയാണ്, അബൂ താലിബിന്റെ ഭാര്യയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിൽ ഇറങ്ങിക്കിടന്ന് ദുആ ചെയ്തതിന്റെ പേരിൽ ആ ഖബർ അവരെ ഞെരുക്കൂല എന്ന് കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി അവരെ ഖബറിൽ ഞെരുക്കൂല. ശുഹദാക്കളെ ഖബർ ഞെരുക്കൂല. ശുഹദാക്കൾ വലാ തഖൂലൂ ലിമൻ യുഖ്തൽ ഫീ സബീലില്ലാഹി അംവാത്, മരിച്ച് ഷഹീദായവർ മരിച്ചുപോയി നമ്മൾ പറയരുതോ. ഷഹീദായവർ മരിച്ചുപോയെന്ന് പറയരുത്. ശുഹദാക്കളാണ്, അവർ മരിച്ചിട്ടില്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ശുഹദാക്കളിൽ അവർക്ക് ആ ഖബറിനകത്ത് ഒരു വിഷമവും ഉണ്ടാവില്ല. അതിനൊരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട ബദറിലെ ഉഹദിലെ ഷഹീദായ 2 പേര്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ബഹുമാനപ്പെട്ട അംർ ഇബ്നു ജമൂഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല, 2 പേരും അൻസാരിയാണ്. ദുഫിനാ ഫി ഖബരിൻ വാഹിദ് യൗമ ഉഹദ്, ഉഹദിന്റെ ദിവസത്തിലാണ്
ഉഹദ് യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ട ഈ രണ്ടുപേരെ ഒരു കബറിലാണ് അടക്കിയത്. ഫലസ്തീനിലൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ കൂട്ടിയിട്ടില്ല അടക്കുന്നത്. അതേപോലെ ഷഹീദാകും എല്ലാവർക്കും ഓരോരുത്തർക്കും പോയി കിടക്കാൻ പറ്റും. കൊറോണ ഒക്കെ വന്നു അങ്ങനൊക്കെ തന്നെയായി. അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അന്ന് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇവരുടെ രണ്ടുപേരുടെ കബറിലെ മണ്ണ്, കുറെ കബറുകൾ ഇങ്ങനെ മണ്ണ് എടുത്തുകൊണ്ടുപോയി. അങ്ങനെ എടുത്തു പോകുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട രണ്ടുപേരുടെ കബറുകളും ഇവർ സഹാബാക്കളെ തെളിഞ്ഞു വന്നപ്പോ ആ കബറിൽ നിന്ന് അവരെ എടുത്ത് മറ്റൊരു കബർ കുഴിച്ച് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് എടുത്തു മാറ്റി. യുദ്ധം നടന്നിട്ട് وذلك بعد 46 سنة من وقعة أحد 46 سنة 46 വർഷമായി. 46 വർഷം കഴിഞ്ഞിട്ട് ഈ ഷഹീദാക്കപ്പെട്ട രണ്ടുപേരുടെ കബർ അവിടെ നിന്ന് അവരെ എടുത്ത് മാറ്റിക്കൊണ്ട് അടക്കുമ്പോ സഹാബാക്കൾ പറയുകയാണ്, ഇന്നലെ ഒരാൾ മരിച്ച് കബറടക്കാൻ എങ്ങനെയിരിക്കും? നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കേൾക്കുമ്പോഴും നല്ലത് വരും, കള്ളതും മോശവും രണ്ടും വരും. എന്നാലും ചില ഹദീഖത്തുള്ളതുണ്ട്. ഫലസ്തീനിലൊക്കെ വരുന്ന നല്ല ചില സുഹൃതാക്കളായ ചെറുപ്പക്കാര് വർഷങ്ങളായി മരിച്ചുപോയി. അവരെ ആവേശത്തോടു കൂടി തന്നെ കൊണ്ടുനടന്നു. അതേപോലെ അവരങ്ങനെ ചിരിച്ചിരിക്കുന്നതും ഇന്നലെ മരിച്ച് അടയ്ക്കുന്നതും ഇരിക്കുന്നതുമായ എത്രയോ സംഭവങ്ങൾ, എനിക്ക് സംഭവങ്ങളുണ്ട്. കബറിൽ അങ്ങനെ പ്രശ്നമില്ലാതെ കിടക്കുന്നവരുണ്ട്. നമ്മൾ അതിനെ നിഷേധിക്കാനൊന്നും പറ്റൂല. ആർക്കും നിഷേധിക്കാൻ പറ്റും? കബറിൽ ജനിക്കാത്ത ഒരു വിഭാഗം മുഅദ്ദിന്മാരാണ്. അല്ലാഹുവിന് വേണ്ടി വാക്ക് വിളിക്കുന്ന മുഅദ്ദിന്മാർ. അത് പ്രത്യേകം ഹസ്ബത്തൻ ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. 25 വർഷം വാക്ക് വിളിച്ച ഒരാൾ ഓച്ചലുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് അയാൾ കബറിങ്ങനെ വിളിച്ചു. അയാളുടെ ഭാര്യ മരണപ്പെട്ടപ്പോൾ കബറ് വിളിച്ചപ്പോ 25 വർഷം അയാൾ മരിച്ചു. 25 വർഷമായി. അപ്പൊ ഈ ഷാഫിയുടെ അവിടെ പരിപാടിയുണ്ട്. ഭർത്താവ് മരിച്ച ഭർത്താവിന്റെ കബറിൽ കൊണ്ട് തന്നെ ഭാര്യ അടക്കണം, ഭാര്യ മരിച്ചാടെ എന്റെ ഭാര്യയുടെ കബറിൽ തന്നെ എന്നെ അടക്കണേ, എന്റെ വാപ്പാടെ കബറിയെ മക്കളെ അടക്കണേ, അങ്ങനെയൊക്കെ ചില വസിയത്തുകളുണ്ട്. അതുകൊണ്ട് പിന്നെ ഗുണമൊന്നുമില്ല. എന്താ പിന്നെയും പിന്നെ പറയുകയാണോ പിന്നെ പറയുമ്പോൾ ചെയ്ത് കൊടുക്കട്ടെ. ചില സ്ഥലത്ത് നടക്കുകയില്ല. അവിടെ പള്ളിയിൽ നിന്ന് ശ്രമിക്കുന്നില്ല. ഇവിടെ വേണമെങ്കിൽ കൊണ്ട് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ കൊണ്ടുപോകാൻ പറയും. ചില സ്ഥലത്ത് ഇവിടെ എങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല. ഇവിടെ പറയുമ്പോൾ അങ്ങനെ എടുത്തോളൂ. അങ്ങനെ കബറ് തോണ്ടിയപ്പോ ഭർത്താവിന്റെ കബർ മയ്യത്ത് അതേപോലെ ഇരിപ്പുണ്ട്. 25 വർഷം പഴക്കമുള്ളതാണ് സംഭവം. മോചനാണോ തൊട്ടടുത്തില്ല പോയി ചോദിച്ചു, തള്ളാണോ ദുഃഖാണോ എന്നുള്ളത്. അതുകൊണ്ട് ഈ അടുത്ത സ്ഥലത്തെ പറയുന്നത്, ദൂരേക്കും പറയാത്ത. മനസ്സിലായില്ലേ? അപ്പൊ അന്നേരം പ്രത്യേകതരം. അപ്പൊ എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അല്ലാഹുവിന് വേണ്ടി ബാങ്ക് വിളിച്ചു. മുഅദ്ദിന്മാരുടെ കഴുത്ത് നാളെ ഉയർന്നു നിൽക്കും മഹ്ശറയില്. അല്ലാഹുവിന് വേണ്ടി ജനങ്ങളെ വിളിക്കുന്നവരല്ലേ? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിളിക്കണം. അങ്ങനെയുള്ളവർക്ക് നാളെ സ്വർഗ്ഗമാണ്. ഇമാമിനെക്കാളും പദവിയാണ് മുഅദ്ദിന്മാർക്ക്. മനസ്സിലായില്ലേ? ഇമാമിനെക്കാളും പദവിയാണ് മുഅദ്ദിന്മാർക്ക്. അങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന് വേണ്ടി 40 വർഷം അല്ലാഹുവിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ അയാളുടെ കാര്യം രാഹത്തായി രക്ഷപ്പെട്ടു. അതുകൊണ്ട് നബിതങ്ങൾ അവരോട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ അബ്ശിരിൽ അയ്മത വഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ. മുഅദ്ദിന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇമാമിനെ നീ വഴി കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇച്ചിരി കുഴപ്പം നമ്മക്കൊണ്ട് നമ്മളൊക്കെ ഒന്ന് വഴിയിൽ കാണിച്ചു വിട് അല്ലാഹ്. മുഅദ്ദിന്മാരെയൊക്കെ നീ പുറത്തു കൊടുത്തു. അവർക്ക് നബിതങ്ങൾ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ്സഫിൽ മുഖദ്ദം. എല്ലാ വെള്ളിയാഴ്ചയും അടുത്തിരി ഒന്നാമത്തെ സഭയിൽ കയറിയിരുന്ന് JCB കൊണ്ടുവന്ന് പൊക്കിയെടുത്താൽ ഇരിക്കാത്തവരുണ്ട്. ഇങ്ങോട്ട് കയറി വന്ന് ഇരിക്കൂല. എന്താ അവരെ കുറിച്ച് പറഞ്ഞത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ്സഫിൽ മുഖദ്ദം. ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്നവർക്ക് അല്ലാഹു മലക്കുകളും ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അടുത്ത
ഞാൻ കേൾക്കുമ്പോൾ പറഞ്ഞിട്ട് വേണമെങ്കിൽ മതി. ഏത് ആർക്ക് കിട്ടും? കളവന്മാരെല്ലാം അത് പിടിച്ചടക്കിയിരിക്കുകയാണ്. നിങ്ങൾ 1:45 വന്നാൽ മതി. 1:45 മുതലാളി കയറുന്നത് അതിനകത്തുണ്ട്. ആ സമയം നോക്കിയിരുന്നിട്ട് വന്നാൽ മതി. പാട്ടിയിൽ കൊണ്ടുവരുന്ന മുട്ടയുടെ പുള്ളിയും പഠിച്ചോണ്ട് വയ്ക്കോ. നല്ല മുട്ട കിട്ടുക പൊട്ടിയത് വെച്ചിട്ടുള്ളൂ. കാരണം ഒത്തുമ്പോ തുടങ്ങിയിട്ട് വന്ന മാവി വായില ഇമാമ മെമ്പറിൽ കയറിയിട്ട് പിന്നെ ജുമാക്ക് വരുന്നവരുടെ ജുമാ സ്വീകരിക്കൂല. മലക്കുകൾ 7 കൂട്ടിയിട്ട് കുത്തുബ കേൾക്കാനിരിക്കും അത്രേ. പിന്നെ വരുന്നവർക്ക് ഫായിദയില്ല. നിങ്ങളൊക്കെ ഓടിയിട്ട് ചാടി ഹോട്ടലിലൊക്കെ കൂട്ടിയിട്ട് ചടക്കുമടക്കെന്ന് പറഞ്ഞ് ഓടി വരും. ഇമാമ കുത്തുബ ഓതുന്ന സമയത്ത് കുത്തുബ കേൾക്കുക 2 റക്അത്തിന്റെ സ്ഥാനത്ത് കുത്തുബ അത് കേൾക്കണ്ടേ? അത് കേൾക്കാതെ നിങ്ങൾ അവിടെയൊക്കെ പോയി സംസാരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണോ? ജുമാ എന്ന് പറഞ്ഞാൽ എന്താ? 2 റക്അത്ത് ഖുതുബ, 2 റക്അത്ത് നിസ്കാരം. 2 റക്അത്ത് ഖുതുബയുടെ സ്ഥാനം അങ്ങനെ അവിടെ പോയി സംസാരിക്കും. അതുകൊണ്ട് ആദ്യം മുതലേ എല്ലാ കൂലി വെറുതെ കിട്ടും. ഒട്ടകത്തെ അറുത്തു കൊടുത്ത കൂലിയ ജീവിതത്തിൽ ആടിനെ അറുത്തു കൊടുക്കാൻ അവന്മാരെ കൊണ്ടിരിക്കുന്നത്. ആ കാരണങ്ങൾ അറുത്തു കൊടുത്തില്ല. അർത്ഥ കൊടുത്തിട്ടുണ്ട്. ഒരു കോഴി അർത്ഥ കൊടുത്തു എനിക്കറിയാം. ഒരു കോഴി അപ്പൊ അമ്മ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒട്ടകത്തെ അർത്ഥന്റെ കൂലി തരാൻ തീരുമാനിച്ചു. ഒട്ടകത്തെ അർത്ഥന്റെ കൂലി ആദ്യത്തെ സമീപതേ ചിലപ്പോൾ ഇത് കേട്ടിട്ട് അടുത്ത വെള്ളിയാഴ്ച ഈ സ്ഥലമൊക്കെ പോകും. 10 മണിക്ക് ഇവിടെ തീർത്തോളാം. 10 മണിക്ക് ഇവിടെ തീർക്കാം. എല്ലാവരും ആളുകൾ കേൾക്കല്ലേ? പല ഭാഗത്തും വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ സമീപത്തിരിക്കുക എന്നിട്ടോ അവരുടെ ശബ്ദം എത്രത്തോളം എത്തുന്നു ആ ഭാഗങ്ങളോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിന് പുറത്തുകൊടുക്കുന്നതാണ്. ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് അവരുടെ തല ഉയർന്നു നിൽക്കുന്ന ആളെ മാഷറയിൽ ഉയർന്നു നിൽക്കുന്ന ആളെ മാഷറയിൽ അവരെ കബർ ഞെരുക്കൂല. അവരുടെ കബർ ഞെരുക്കൂല. അമ്പിയാക്കളുടെ കബർ ഞെരുക്കൂല. അള്ളാഹുവിന് വേണ്ടി വാക്ക് വിളിച്ച മുഅദ്ദിന്മാരുടെ കബർ ഞെരുക്കൂല. ശുഹദാക്കളുടെ കബർ ഞെരുക്കൂല. ശുഹദാക്കളുടെ കബർ ഞെരുക്കൂല. മനസ്സിലായില്ലേ? ശുഹദാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരെ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത് കാണാം. സൂറത്തുൽ ബുറൂജ് നിങ്ങൾ എടുത്തു നോക്കിക്കോ. സംശയമുള്ളവർക്ക് ചില ആളുകൾ വിശ്വാസം വരില്ലെങ്കിൽ ഖുർആൻ കൊണ്ട് നമ്മൾ തെളിവാക്കി കൊടുക്കാം. സമായിദാത്തുൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദി വമശ്ഹൂദ് ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്. കണ്ടോ? ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്. അസ്ഹാബുൽ ഉഖ്ദൂദ് അത് വലിയ സംഭവമാണ്. അത് വിളിക്കട്ടെ, നമ്മൾ പറയാം ഇൻഷാ അല്ലാഹ്. അസ്ഹാബുൽ ഉഖ്ദൂദ് അവരെ വലിയൊരു കുഴി കുഴിച്ച് തീയിട്ട് അതിനകത്തിട്ട് അവരെ കത്തിച്ചു. ഓർക്കണം, അങ്ങനെ ഷഹീദാക്കപ്പെട്ടവർ അവരെ കബറിൽ വെച്ച് ഉമർ റളിയല്ലാഹു തആല അവരുടെ കാലഘട്ടത്തിൽ കൃഷിക്ക് വേണ്ടി ഭൂമി കുഴിച്ച സമയത്ത് ഈ ഖബറിനകത്ത് ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത് അത് മണ്ണിട്ട് മൂടിയത് അത് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരാണ്. ഒരാളുടെ കൈ തലയിൽ നെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ചില സഹാബാക്കളെ കൈയെടുത്ത് മാറ്റുമ്പോൾ രക്തം ഒഴുകുന്നു. എടുത്തു മാറ്റിയത് വീണ്ടും അതേപോലെ തിരിച്ചങ്ങനെ തന്നെ വെച്ച് അടങ്ങിക്കോളാൻ പറഞ്ഞു. തഫ്സീറിലുണ്ട്. ഇതൊക്കെ ഈ സൂറത്തുൽ ബുറൂജിന്റെ തഫ്സീർ വിശദീകരണം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കബറിൽ ഇത് നമ്മൾ ചില ആളുകളെ കണ്ടത് കൊണ്ട് നമ്മൾ അതിനകത്ത് വലിയ അത്ഭുതമൊന്നും വേണ്ട. അതൊക്കെ സംഭവിക്കാം. അള്ളാഹ് സൂക്ഷിക്കണം. അതേപോലെ ഹാമിൽ കിതാബില്ലാ പരിശുദ്ധ ഖുർആൻ മനനം ചെയ്ത് ആ മനനം പഠിച്ച് അത് സൂക്ഷിച്ചുകൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ച് മരിച്ചവരാരാണോ അവരെ ഖബർ വേദനിപ്പിക്കുകയില്ല, ഖബർ തിന്നൂല, അവരെ ഖബർ ഞെരുക്കുകയില്ല. ഖുർആൻ പഠിച്ച ഋതുക്കള്, ഖുർആൻ പഠിച്ച ഹാഫിളുകള് അവരെ ഖബർ വേദനിപ്പിക്കൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ മാത ഹാമിലുൽ ഖുർആൻ ഔഹല്ലാഹു ഇലൽ ഖബരി. ഒരു ഹാഫിളായ വ്യക്തി മരണപ്പെട്ട അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു തആല ഖബറിൽ
ഖബറേ അല്ലാ തഅകുല ലഹ്മഹു, അവന്റെ ഇറച്ചി നീ തിന്നരുത് കേട്ടോ, അവനെ നീ വേദനിപ്പിക്കരുത് കേട്ടോ. ഉടനെ ഖബർ മറുപടി അല്ലാഹുവിനോട് പറയുകയാ, അടച്ച റബ്ബേ കൈഫ ആകുലു ലഹ്മഹു വകലാമുക ഫീ ജൗഫിഹി, എങ്ങനെ ഞാൻ അവനെ ഭക്ഷിക്കും അല്ലാഹ്? നിന്റെ പരിശുദ്ധമായ കലാമ് അവന്റെ കൽബിലാണ്. അവൻ മരണം ചെയ്തിരിക്കെ ഞാൻ എങ്ങനെ അവനെ തിന്നുപോകും? പടച്ചവനെ, തൊടാൻ പറ്റില്ല. ആഫുലിങ്ങളായ മക്കളുടെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ ഖബറിന് തൊടാൻ പറ്റില്ല. ഖുർആൻ പഠിച്ചവരുടെ ഗുണം അതാണ്. ഖുർആൻ പഠിച്ചവരുടെ ഗുണം അതാണ്. ഹാമിലുൽ കിതാബി മഅഫൂഫൂന ബിറഹ്മത്തില്ലാഹ് المعلمون كتاب الله الملبسون نور الله. പരിശുദ്ധമായ ഖുർആൻ ചുമന്ന് നടക്കുന്നവരാണെന്നറിയോ? ഹാമിലുൽ കിതാബി മഅഫൂഫൂന ബിറഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് പൊതിഞ്ഞു നടക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് പൊതിഞ്ഞു നടക്കുന്നവരാണ്. الملبسون نور الله, അല്ലാഹുവിന്റെ നൂറ് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അല്ലാഹുവിന്റെ നൂറാണ് കേട്ടോ ഖുർആന്. അല്ലാഹുവിന്റെ നൂറാണ്. ആഫുദീങ്ങളെ മനസ്സിലാക്കിക്കോ, ഖുർആൻ പഠിക്കൽ നൂറാണ്. നൂർ എവിടുന്ന് വന്ന നൂറാണെന്ന് അറിയോ? അല്ലാഹ് നൂറാണ്. ഖുർആൻ വന്ന വഴി ഞാൻ പറഞ്ഞാൽ കേട്ടോ. അല്ലാഹ് നൂറാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്. അല്ലാഹു നൂറാണ്. ജിബ്രീലാണ് കൊണ്ടുവന്നത്. 26,000 പ്രാവശ്യമായി ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ സവിധത്തിലേക്ക് കൊണ്ടുവന്നു ജിബ്രീൽ ഇസ്ലാത്തു വസ്സലാം. ജിബ്രീലല്ല, നൂർ. മലക്കുകളെ നൂർ കൊണ്ട് സൃഷ്ടിച്ചത് ജിബ്രീൽ. നൂറാണ്, പ്രകാശം. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മേലേക്കാണ് വന്നത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ നൂറാണ്. അദിജാകും മിനല്ലാഹി നൂറുൻ ഐ മുഹമ്മദുൻ വകിതാബുൻ മുബീൻ. അല്ലാഹ് ഇവിടെ പറഞ്ഞ വാക്കാണ്. നബി തങ്ങളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് നൂറാണ്. അല്ലാഹു എന്ന നൂറ് ജിബ്രീൽ എന്ന നൂറിലൂടെ മുഹമ്മദ് എന്ന നൂറിലേക്ക് കൊണ്ടെത്തിച്ചു. എവിടെ വെച്ചാണത്? ജബലുൻ നൂറിലാണ്. അവിടെ നൂർ. ഖുർആൻ ഇറക്കാൻ ഉപയോഗിച്ച മലയുടെയും പേര് നൂർ. ജിബ്രീൽ നൂർ, അല്ലാഹ് നൂർ, നബി നൂർ, ഖുർആൻ നൂർ. नूर वाला आया है, नूर लेकर आया है, सारे आलम में ये देखो कैसा नूर छाया है. नूर वाला आया है. आरा अल्लाह रसूल वന്നു. अल्लाह नूറാണല്ലോ, अल्लाह रसूल नूറാണല്ലോ, മാഷാഅല്ലാ. अल्लाह रसूल वന്നു. नूर वाला आया है, नूर लेकर आया है, नूर लेकर आया है. नूर अल्लाहന്റെ नूर किताब കൊണ്ടുവന്നു. सारे आलम में ये देखो कैसा नूर छाया है. ആ പ്രകാശം വന്നതോടുകൂടി ലോകമെമ്പാടും പ്രകാശമാനമായി. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കാൻ കാരണം ആ നൂറാണ്, ആ പ്രകാശമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് നൂറാണ്. ആ നൂറ് ചുമന്നുകൊണ്ട് നടക്കുന്ന നമ്മൾ മരണപ്പെട്ടു പോയാൽ ഖബറിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആ ഖബർ ഞെരിക്കൂല കേട്ടോ. മക്കളെ ഖുർആൻ പഠിപ്പിക്കണേ. അതിനുള്ള അവസരം നമ്മുടെ മഹലിലുണ്ട്. ഭൗതികം വേണോ? അതുകൊണ്ട് ഖുർആനോടൊപ്പം ഭൗതികവും കൂടെ പഠിപ്പിക്കുന്ന സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ മഹലിൽ തുടങ്ങിയിട്ടുണ്ട്. ഹൈടെക് സംവിധാനമാണ്. നിങ്ങളുടെ മക്കളെ വിദൂരങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഭൗതികവും ആത്മീയവും കൂടിക്കലർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലിൽ പഠിപ്പിക്കാനുള്ള സംവിധാനം നിങ്ങളുടെ കൈ തുമ്പിലുള്ളപ്പോ എന്തിനാണ് മക്കളെ മാതാപിതാക്കളെ ദുഃഖിക്കുന്നത്? ഒരപേക്ഷ ഇങ്ങോട്ട് കൂടെ, ഇത്ര സ്കൂളിലേക്ക് കൂടെ, നമ്മുടെ മദ്രസയിലേക്ക് കൂടെ. ഇരിക്കുന്ന മക്കളൊക്കെ സ്കൂളിൽ പഠിക്കില്ല. എത്രയുടെ സ്കൂളിൽ? 5ാം ക്ലാസ്സിലോ? എത്ര സ്കൂളിൽ? നമ്മുടെ മക്കളെല്ലാം
സ്കൂളിലും കോളേജിലും സയൻസ് കമ്പ്യൂട്ടർ എല്ലാം പഠിപ്പിക്കുന്നു. അഡ്വക്കേറ്റന്മാരായ ആലിമികളുണ്ട്, ഡോക്ടർമാരായ ആലിമികളുണ്ട്, എഞ്ചിനീയർമാരായ ആലിമികളുണ്ട്, ഹാഫിളുകളുണ്ട്. നമ്മൾ പഠിപ്പിക്കാത്തതിന് കാരണം മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചാൽ എന്തിനാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കറിയോ? ഒരു ദിവസം മണക്കാട് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി നിങ്ങളെ കണ്ടിട്ട് ചോദിക്കും, നിങ്ങൾ പോകുവാണോ? ആ ഖബറിന്റെ അരികിൽ നിന്ന് നടന്നു പോകുന്ന ഓരോ വ്യക്തികളുടെ കാൽപ്പാടുകൾ, കാൽച്ചുവടുകൾ, ആ ശബ്ദം ആ ഖബറാളി കേൾക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ പോവാണോ? നിങ്ങൾ പോവാണോ എന്നാ ചോദിക്കാം ഖബറാളി. എല്ലാവരും പോയിക്കോ, പക്ഷേ എനിക്ക് ആരും വേണ്ട. ഞാൻ ദുനിയാവിൽ വെച്ച് തന്നെ ഖബറിലേക്ക് ഒരു കൂട്ടുകാരനെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കൂട്ടുകാരനുമായിട്ടാണ് ഞാൻ ഖബറിലേക്ക് വന്നത്. ആരാണ് കൂട്ടുകാരനെന്ന് അറിയോ? അറിയോ ആ കൂട്ടുകാരൻ ആരാണെന്ന്? ആരാ കൂട്ടുകാരൻ? ആരാ കൂട്ടുകാരൻ? എല്ലാരും പോകും. ഭാര്യ വരുമോ? ഭാര്യ വരുമോ? ഭർത്താവ് വരുമോ? ഇപ്പൊ 2-3 വണ്ടിക്ക് ട്രിപ്പിൾ അടിച്ചിട്ട് വരുന്ന ബൈക്കിൽ കാണും. ഒരുത്തം മരിച്ചുപോയി, അവന്റെ മയ്യത്ത് ഇറങ്ങാൻ അവൻ വരും. അളിയോ, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അല്ലയോ അളിയാ, ഇന്നലെ പോലെ ഞാനും അളിയാ, നിന്റെ കൂടെ ഒരാളിയാ, അളിയാ നീ പോലെ അളിയാ, ഞാൻ ഒരാളിയാ. ആരും പറയോ? പറയോ? ഒരു മനുഷ്യൻ പറയട്ടെ, ഒറ്റയില്ലേ? നീതനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. നല്ല വരൂ. അതിനെ ഉള്ളപ്പെടുത്തിക്കണ്ട. അല്ല മര്യാദയോട് തോണ്ടാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് രണ്ട് ചുക്ക് കാപ്പിയും വെള്ളവും സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തീർക്കണ്ടേ? ഇന്നത്തെ ഒരു ദിവസം കൂടെ കമ്പിലായെങ്കിൽ നമുക്ക് ആദ്യമായിട്ടുണ്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ടായിരിക്കുന്നത്. മനസ്സിലായില്ല? ആരുണ്ട് കൂടെ? സുഹൃത്തുക്കളെ, കൂട്ടിനാരുണ്ടെന്ന് ആരുണ്ടോ? ചേട്ടൻ ആര് വരും? ഇത് അടി കൊണ്ടുപോയിക്കുമ്പോ ആരും കൊണ്ടുവരാ. ഇവിടെ എല്ലാരും കാണും. മാമി വരും കൂടെ. മാമി ഇല്ലാതെ മാമയ്ക്ക് ഉറക്കവേ ഇല്ല. തറാവി കഴിഞ്ഞ ഉടനെ ഓടിയ എന്നിട്ട് ചോദിക്കുന്നത് മാമി ഒറ്റയ്ക്ക് ഉള്ളു സ്ഥലം, അതാ പോതേന്ന. പക്ഷെ മരിച്ചുപോയ പിന്നെ ആരുടെ മാമി വരുമോ? ശരിയല്ലേ? ഒരു ചിരി ചിന്തയും കൂടെ അവിടെ ആരും ഉണ്ടാവോ? അങ്ങനെ എല്ലാമൊക്കെ എന്തെങ്കിലും ഉണ്ടായി സംഭവം ശരിയല്ലേ? എന്താ നീ ധനിച്ചല്ലേ? പേടിയാവില്ലേ? കൂട്ടിന് ഞാനും വന്നോട്ടെ. ആരാ കൂട്ടിന് വരുന്നത്? പണി വരുമോ? ആരെങ്കിലും വന്നോ? എല്ലാം ഈ പറച്ചിലേ നടക്കൂ. ആരും വരൂല, കൂട്ടിനാരും വരൂല. എന്നാ കൂട്ടിൽ വരും ഒരാൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ മരണപ്പെട്ട് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് മടങ്ങുമ്പോ ഹസനുൽ തിയാബി ഹസനുൽ വജ്ഹി തയ്യിബുർ റൈഹതി, നല്ല സുന്ദരനായ, നല്ല ശുഭവസ്ത്രധാരിയായ, നല്ല മണമുള്ള സുഗന്ധദ്രവ്യം പൂശിയിട്ട് ഒരു ചെറുപ്പക്കാരൻ ആ ഖബറിലേക്ക് വരുമത്രേ. എല്ലാവരും അവിടെ നിന്ന് മടങ്ങി പോകുമ്പോ ആ ചെറുപ്പക്കാരൻ ഖബറിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ കിടക്കുന്ന ഖബറാളിയെ വിളിച്ചിട്ട് ചോദിക്കും, അല്ലാഹോ സഹോദരാ, നിനക്ക് എന്നെ അറിയോ എന്ന് ചോദിക്കുമ്പോ അവൻ പറയുമില്ല, എനിക്ക് നിന്നെ അറിയില്ല. ഉടനെ ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്താണെന്നറിയുമോ? അനൽ ഖുർആൻ, അനൽ ഖുർആൻ അല്ലദീ അസ്ഹറ ലൈലക വഅളമ നഹാരക വഅഖറക ശർവതക മിനൽ തആമി വശറാബ്. പകലിന്റെ രാത്രിയുടെ സമയങ്ങളിൽ ഈ ഖുർആൻ ഓതി ഓതിന്റെ സമയം നീ ചെലവ് ചെയ്തില്ലേ? ആ ഖുർആനാണ് ഞാൻ, ആ ഖുർആനാണ് ഞാൻ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിന്നെ ചോദിക്കാൻ കടന്നു വരും. നീ പേടിക്കേണ്ടതില്ല. ഫമാ അലൈക ബഅദ മസ്അലത്തിൻ മുൻകരും വനകീർ മിൻ ഹമ്മിൻ വലാ ഹുസ്ൻ. മുൻകർ നകീർ വരുന്നത് കണ്ടിട്ട് ഒരു നിലയ്ക്ക് നീ ദുഃഖിക്കേണ്ടതില്ല കേട്ടോ. കാരണം നിന്നെ വിട്ടുമാറുന്ന പ്രശ്നം
ഞങ്ങൾക്കില്ല. എന്റെ കാവലായി ഞങ്ങൾ ഈ ഖബറിലുണ്ടാകും. നിന്നെയും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയം വരെ ഈ ഖബറിൽ നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും. ഖുർആൻ പറയും, വേണമെങ്കിൽ പഠിച്ചോ. ഖുർആൻ പറയും, ഖുർആൻ പറയും. ഖുർആൻ കൂട്ടുകാരനായ ഖബറിൽ വരും, ഖുർആൻ കൂട്ടുകാരനായ ഖബറിൽ വരും. ആ ഖുർആൻ സ്വർഗ്ഗത്തിൽ പോയി നമുക്ക് ആ ഖബറിലേക്ക് കിടക്കാനുള്ള പട്ടുബത്തയുമായി ഇറങ്ങി വരും. യാസ്മീൻ എന്ന് പറയുന്ന അത്തറുമായി വരും. നല്ല തലയിണ കൊണ്ടുവന്ന് വെച്ചു തരും. അവസാനം മലക്കുകളുടെ ചോദ്യമെല്ലാം കഴിഞ്ഞാൽ ഖിബിലയ്ക്ക് നേരെ തിരിച്ചു കിടത്തി സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നിട്ട് ഖുർആൻ എടുത്ത് തുറന്നു വെച്ചിട്ട് നീ ഇത് വായിച്ചു ഖിയാമം വരെ കിടന്നോ, സന്തോഷമായി കിടന്നോ, നിനക്കൊരു കാവൽക്കാരായി കൂട്ടുകാരായി ഞങ്ങൾ ഉണ്ടാകും. പിന്നെ പേടിക്കാൻ ഖുർആൻ പഠിച്ച മക്കളുണ്ടെങ്കിലോ മതി. ഈ മക്കളെ ഓതുന്നതിന്റെ സ്വഭാവം വാപ്പാ ആ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മൂസ നബി കടന്നു പോകുന്ന ഒരു ഖബറിന്റെ അരികിലൂടെ ആ ഖബറാൾ ശിക്ഷിക്കപ്പെടുകയാണ്. കുറെ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മൂസ നബി നോക്കുമ്പോ ആ ഖബറാൾ സ്വർഗ്ഗത്തിലാണ്. അള്ളയോട് ചോദിച്ചു, നാഥാ, ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഖബറിന്റെ ഓരത്ത് കൂടെ നടന്നു പോകുമ്പോ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നതായി കണ്ടു. ഇപ്പോഴത് അദ്ദേഹം സുഖലോലുവനായി കഴിയുകയാണ്. അല്ലാഹു തആല മൂസ നബിയോട് മറുപടി കൊടുത്തു, മൂസ, ഇദ്ദേഹം മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ കുട്ടി പ്രസവിക്കപ്പെട്ടു, വളർന്ന് വലുതായി മദ്രസയിൽ പോയി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ കുട്ടി പഠിച്ചപ്പോ ഞാൻ എന്റെ പേരാണ് ആ കുട്ടി ആദ്യമായി ഉച്ചരിച്ചത്. ഞാൻ റഹ്മാനാണ്, ഞാൻ റഹീമാണ്, ഞാൻ ഉദാരനാണ്, കരുണാനിധിയാണ്, കരുണാവാരിധിയാണ്. ഞാൻ ഈ ദുനിയാവിൽ നല്ലവനായാലും മോശക്കാരനായാലും എല്ലാവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവനാണ്. ആ അർത്ഥം വരുന്ന ആയത്താണ് മദ്രസയിൽ പോയി ആ മകൻ ആദ്യമായി പഠിച്ചത്. മൂസാ, എന്നെ കുറിച്ച് അവൻ പുകഴ്ത്തിയപ്പോ എനിക്ക് ആ സ്വഭാവ വിശേഷണം നഷ്ടപ്പെടുത്തി കളയാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെ കൊടുപ്പാവം ചെയ്ത പിതാവിന്റെ പാവം പൊരുത്തപ്പെട്ടിട്ട് ആ ഖബർ ഞാൻ സ്വർഗമാക്കി മാറ്റി മൂസ. അതിന്റെ കാരണം മക്കള് ഖുർആൻ പഠിച്ചതിന്റെ ഫലമാണ്. മക്കൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിച്ചതല്ല, ഖുർആൻ നമുക്കിറങ്ങി. അവിടെ അന്നും ബിസ്മിയുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദ്രസയിൽ നമ്മുടെ മക്കൾ ഇന്ന് ഖുർആൻ പഠിക്കുന്നു. വാപ്പാക്ക് സുഖമാണ്, വാപ്പാക്ക് സുഖമാണ്. ഇന്ന് മക്കൾ മാനവീയത്തിൽ പോയി കെട്ടിപ്പിടിച്ചിരുന്നാൽ വാപ്പാക്ക് അതിന്റെ ശിക്ഷയല്ലേ? സ്കൂളിലും കോളേജിലും പോയിട്ട് ആണും പെണ്ണുങ്ങളും തമ്മിൽ ഡാൻസ് കളിച്ചാൽ വാപ്പാക്ക് അതിന്റെ ശിക്ഷയല്ലേ? മക്കൾ ചെയ്യുന്ന തെറ്റുകളുടെ പരിപൂർണ ഉത്തരവാദിത്വം മാതാപിതാക്കളെ നിങ്ങൾ നാളെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വെറുതെയല്ല. ഒരാളും മറ്റൊരാളുടെ ചുമടേറ്റെടുക്കുകയില്ല. അത് വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ, ഓരോരുത്തരും അവരവരുടെ ആത്മാവിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ദിവസമാണ്. മക്കൾ വന്ന് വാപ്പയെ കാണും, വാപ്പ വന്ന് മക്കളെ കാണും, ഭാര്യ വന്ന് ഭർത്താവിനെ കാണും, ഭർത്താവ് വന്ന് ഭാര്യയെ കാണും. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, എടീ പെണ്ണേ, 99% എനിക്ക് മാർക്ക് കിട്ടി, 1% മാർക്ക് കൂടെ ലഭിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാം. ദുനിയാവിൽ നിനക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തവനല്ലേ ഞാൻ, നിന്റെ ഭർത്താവല്ലേ ഞാൻ. അതുകൊണ്ട് നിന്റെ നന്മയിൽ നിന്ന് ഒരു നന്മ തന്ന് എന്നെ നീ ഒന്ന് രക്ഷിക്കൂ. വല്ലാഹി സത്യം, നമ്മുടെ ഭാര്യ പറയുകയാ, ലാ ഉതീഖു അലാ ദാലിക. എന്റെ പൊന്നിക്ക, ദയവ് ചെയ്ത് എന്നോട് ചോദിക്കണ്ട, എന്റെ നന്മയിൽ നിന്ന് ഒരൽപ്പം പോലും ഞാൻ നൽകൂല കേട്ടോ. എന്റെ നന്മയുടെ 1% നിങ്ങൾക്ക് ഞാൻ ഓഹരി ചെയ്താൽ, ഞാൻ ഈ നരകത്തിലെങ്ങാനും വീണുപോയാൽ അതിനെ ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ശിക്ഷയെ ഭയപ്പെടുന്നത് പോലെ ആ നരകത്തെ ഞാൻ ഭയപ്പെടുന്നു. ഉപ്പാ, അത് ഭർത്താവേ, അതുകൊണ്ട് ഞാൻ തരൂല കേട്ടോ. പോയില്ലേ, ഇടപാട് തീർന്ന ഭാര്യ കൈയെടുത്തു. മക്കളെടുത്തുള്ളൂ, മോനെ, നിന്നെ ദുബായി കൊണ്ടുപോയത് ഞാനല്ലേ, എനിക്ക് കോളേജിൽ
അഡ്മിഷൻ വാങ്ങി തന്നത് ഞാനല്ലേ, MBBS MDക്കും ഒക്കെ ഞാനല്ലേ ലക്ഷങ്ങളും കോടികളും ചെലവാക്കി നിന്നെ പഠിപ്പിക്കാൻ വിട്ടത്. വാപ്പാടെ തുലാസിൽ 99% മാർക്കുണ്ട്. 1% കൂടി ലഭിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാം. പൊന്നുമോനെ, നിന്റെ നന്മയിൽ നിന്ന് ഒരു നന്മ എനിക്ക് നീ താടാ. എന്റെ പൊന്നുവാപ്പാ, നിങ്ങൾ ഭയപ്പെടുന്ന അതേ ശിക്ഷ ഞാനും ഭയപ്പെടുന്നു. എന്റെ നന്മയിൽ നിന്ന് 1% നിങ്ങൾക്ക് ഞാൻ ഓഹരി ചെയ്താൽ എന്റെ തുലാസിന്റെ ഭാരം കുറഞ്ഞു പോകുമോ? എന്റെ നന്മയുടെ ഭാരം കുറഞ്ഞു പോകുമോ? അങ്ങനെ ആ നരകത്തിൽ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എന്റെ നന്മയിൽ നിന്ന് അല്പം പോലും തരാൻ എന്നെ കൊണ്ട് ആവൂല. പോയാ പാപ്പായും വിട്ട്, മക്കളും വിട്ട്, ഭാര്യയും വിട്ട്, ഭർത്താവും വിട്ട് അടിച്ചോണ്ട് കൊടു. ചവ്വായ, ഷവർമ, പുൾസ് ഒക്കെ പഠിച്ചോണ്ട് കൊടു. നല്ല തൃപ്തങ്ങൾ. പിന്നീട് നബി തങ്ങൾ ഓതി കൊടുത്തു, എത്ര വലിയ അടുത്ത മക്കളാകട്ടെ, കുഞ്ഞുമക്കളാകട്ടെ, പേരക്കിടാക്കളാകട്ടെ, ഭാര്യമാരാകട്ടെ, ഭർത്താക്കന്മാരാകട്ടെ, ഒരാളുടെ ചുമട് നാളെ ആഖിറത്തിൽ മറ്റൊരാളെ ഏറ്റെടുക്കൂല കേട്ടോ. അവൻ തന്നെ ഏറ്റെടുക്കും. നിന്റെ ചുമട് നീ തന്നെ, നിന്റെ തെറ്റ് നീ തന്നെ, മറ്റൊരാളെ ഏറ്റെടുക്കൂല. അതിനാണ് ദുനിയാവിൽ നമ്മൾ തൗബ ചെയ്ത് മരിച്ച് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി നന്മകൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ റെഡിയായിരിക്കാൻ പറ്റണം. പെട്ടെന്ന് മരിച്ചു പോയിട്ട് കാര്യമില്ല. പെട്ടെന്ന് മരിച്ച കബറിലേക്ക് പോകുമ്പോ കബറെന്ന് പറയുന്നത് ചെറിയ ഒരു വീടല്ല കേട്ടോ. അതൊരു വലിയ വിശാലമായ ചർച്ചയാണ്, വിശാലമായ ഭവനമാണ്. 6 ദിവസം നമ്മൾ ഈ പള്ളിയിൽ ചർച്ച ചെയ്യുന്നത് കബറാണ്. അത് ചെറിയ ഒരു ലോകമല്ല. ആദ്യത്തെ രാത്രി നിന്റെ മയ്യത്ത് അവിടെ വെച്ച് നിനക്ക് അവിടെ ഇൻക്വസ്റ്റ്, അവിടെ ഇൻസ്പെക്ഷൻ നടക്കും, അവിടെ ഇന്റർവ്യൂ നടക്കും. അത് നീ പാസ്സായാൽ പിന്നീട് അങ്ങോട്ടുള്ള യാത്ര നിനക്ക് രസകരമാണ്. ആദ്യത്തെ ദിവസത്തിൽ നീ അഡ്മിറ്റ് ആയി പോയോ, പിന്നീട് നീ അങ്ങോട്ട് കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അതാണ് കബറെന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യമല്ല. അതിനെന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ട് പോകും. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ ഉണ്ടാക്കി വെച്ചിട്ട് പോണേ. വാപ്പ മരിച്ച് കബറിന്റെ മുകളിൽ കൊണ്ട് 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചതുകൊണ്ട് കാര്യമില്ല. കബറിന്റെ മുകളിലുള്ള പുല്ല് മരിച്ച് കളഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ വാപ്പാന്റെ ഉള്ളിൽ കിടക്കുന്ന, കബറിൽ കിടക്കുന്ന വാപ്പാക്ക് വേണ്ടി മോനെ കൽബ് ഉരുകി നീ ഒന്ന് ദുആ ചെയ്യണം. കണ്ണ് നിറഞ്ഞ് നീ ഒന്ന് ദുആ ചെയ്യണം. ആ ദുആയാണ് വാപ്പാന്റെ കബറിലേക്ക് എത്തുക. അങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ഉപ്പമാരെ, ആ മക്കളെ നിങ്ങൾ ദുആ ചെയ്യാൻ പ്രാപ്തരാക്കി നിർത്തണം ദുനിയാവില്. അതിനുള്ള വഴി എന്താണ്? ഇൽമു പഠിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക. ഞാനെന്റെ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു സമയമില്ല. കാരണം എന്താണ്? എന്നെ ഇൽമു പഠിപ്പിച്ചത് എന്റെ ഉപ്പയാണ്. നമുക്ക് എപ്പോഴും ദുആ ചെയ്യാം. എന്റെ ബാല്യത്തിൽ, ശൈശവത്തിൽ എന്നെ വളർത്തിയതുപോലെ, എന്നോട് കരുണ ചെയ്തതുപോലെ എന്റെ മാതാപിതാക്കളോട് നീ കരുണ ചൊരിയണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ വളർത്തെടുക്കണം ദീനിന് വേണ്ടിയിട്ട്. ഹദീബ് മോദീൻ ഉസ്താദ് ഒക്കെ കുറഞ്ഞ സമയത്ത് നിങ്ങളുടെ ദുആ കൊണ്ടു, അല്ലെങ്കിൽ വാപ്പാക്കളുടെ ദുആ കൊണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ ദ്വാരക്കാൻ? ആരുമില്ല. പിന്നെ ദ്വാരക്കാരുടെ മക്കളേ ഉള്ളൂ. ആ മക്കളെ ദ്വാര ചെയ്യണം. അതിന് മക്കളെ പ്രാർത്ഥനക്കണം, ആലിമാക്കണം, ആഫുമാക്കണം. അല്ലെങ്കിൽ ദീനിന്റെ ബോധമുള്ളവരായിരിക്കണം. ദീനീ ബോധമില്ലാത്ത മക്കളെ കഞ്ചാവടിച്ച് ഏതെങ്കിലും മാനവീയത്തിന്റെ തെരുവോരങ്ങളിൽ കിടന്നാൽ വാപ്പാ നിങ്ങൾ 1ാമത്തെ സഫിൽ വന്നിരുന്ന കയ്യിൽ തസ്ബീഹ് കൊരട്ടയിട്ട് കാര്യമില്ല. നിന്റെ മോൻ പിഴച്ചു പോയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വാപ്പനാണ് ഏറ്റെടുക്കേണ്ടി വരും. വാപ്പായ കയറ്റി നിർത്തിയിട്ട് അല്ലാഹു ആ വാപ്പയോട് ചോദിക്കും, വാപ്പാ നിന്റെ മോനെ നീ എന്ത് മര്യാദയാണ് പഠിപ്പിച്ചത്? നിന്റെ മോനെ നീ എന്ത് അറിവാണ് തുറന്നു കൊടുത്തത്? നമ്മുടെ കീഴിലുള്ള നമ്മുടെ മക്കൾ,
നമ്മുടെ കസ്റ്റഡിയിലുള്ള നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിച്ചിട്ട് നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ആ മക്കളെങ്ങാനും പിഴച്ചു പോയാൽ, നമസ്കാരമുള്ള ഉപ്പമാരെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ലം യജിദ് റീഹൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയൂല. സ്വർഗത്തിന്റെ സുഖത്തെ ആസ്വദിക്കാൻ പറ്റൂല. മക്കൾ കഴിച്ചു പോയാലും അപ്പാക്ക് സ്വർഗത്തിന്റെ സുഖം ആസ്വദിക്കാൻ പറ്റൂല. മക്കൾ കഴിച്ചു പോയാലേ, മക്കൾ കഴിച്ചു, മക്കളൊക്കെ വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കണം. പെട്ടെന്ന് വാപ്പമാരുടെ പെട്ടെന്ന് ലണ്ടനിൽ പഠിക്കാൻ എളുപ്പമുണ്ട്, UK പഠിക്കാൻ എളുപ്പമുണ്ട്, കാനഡയിൽ പഠിക്കാൻ നല്ല സ്കോപ്പ് ഉണ്ട് വാപ്പ, നല്ല സ്കോപ്പ് ഉണ്ട് വാപ്പ. SM മാറ്റിട്ട് രണ്ടാമതാന്ന് പറഞ്ഞാൽ മതി, സ്കോപ്പ് അല്ല ഉണ്ട് അവിടെ. കേറ്റിക്കൊണ്ട് വിടാനാ പറഞ്ഞ, ഒന്ന് കേറ്റിട്ട് വിട്ടാൽ മതി. ഞങ്ങളെ ആരും ചോദിക്കാൻ, സാഹിബിന്റെ മാതാമ്മയുടെ കടയിൽ പോയി ആരും ചോദിക്കാൻ, ഇവിടെ കൊണ്ട് വാപ്പാൻ മൊബൈലിനകത്ത് നോക്കിക്കൊണ്ടേക്ക് പോരെ, ഇത് ഏത് മാതാമ്മയുടെ കൂടെ നീ പോയ മോളെ, ഏത് സാഹിബിലേക്ക് ഇന്ന് കണ്ട് പാപ്പ, ഇവിടുത്തെ സാഹിബും മാതാമ്മക്ക് നല്ല അതമുള്ളവരാണ്. നമ്മുടെ നാട്ടിലോട് പോലുള്ള എല്ലാവരും അതവും മര്യാദയുള്ളവരാണ്. ആദ്യം അതുകൊണ്ട് ഷേക്ക് ഹാൻഡ് തരും, ഹാൻഡ് ഷേക്ക് അല്ലേ, അതല്ലേ സംസ്കാരം. നമ്മള് പഠിപ്പിച്ചപ്പോ എല്ലാവർക്കും ഇപ്പൊ അത് ഒരു രസമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞത് പോയി വാപ്പായും ഉമ്മായും നരക ജീവിതം അനുഭവിക്കുകയാണ്, മരിക്കാനായി കിടക്കുകയാണ്. ആ മരണശൈലിയിൽ വാപ്പായെ ഒന്ന് ഹിദ്മത്ത് ചെയ്യാൻ ഒരു മോനില്ല. മരണപ്പെട്ട വാപ്പ 2 ദിവസം വാപ്പാടെ മയ്യത്ത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാ. ലണ്ടനിൽ നിന്ന് മോൻ വന്നിട്ട് മയ്യത്തടങ്ങാൻ എന്ത് പുണ്യമാണ്. ഈ ലണ്ടനിൽ കിടക്കുന്ന മോൻ വന്ന് വാപ്പാന്റെ മുഖം ഒന്ന് കണ്ടിട്ട് ഉടനെ പൊക്കിയെടുത്ത് കബറിലേക്ക് കൊണ്ടുപോയി. ആ ദിവസത്തോളം ഇരുന്ന് നാടി കുഴിത്തില്ലേ, അതിന്റെ ഉത്തരവാദിത്വം ഈ വാപ്പയും ഏറ്റെടുക്കണ്ടേ. ഇതിന് വെച്ചേക്കുന്നത് ഈ കുറെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് ഈ വാപ്പായും ഉമ്മയും വീട്ടിൽ കിടന്ന് നരകയാതന അനുഭവിക്കണം. മക്കളെ വളർത്തിയെടുത്തിട്ട് വാപ്പാക്കും മക്കൾ കുടുംബത്തിലാ, എനിക്ക് നിങ്ങൾ കുടുംബത്തിൽ ചെയ്യും, നിനക്ക് വേണ്ട ഞാൻ എത്ര നാം കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത്, ഞാൻ മരിച്ചു കഴിഞ്ഞ് നീ എവിടെ പോകും, അതുവരെയ്ക്ക് എന്റെ കൂടെ നിങ്ങൾ കാണണം. പഠിപ്പിച്ചോ? കേരളത്തിൽ അല്ലാത്ത പഠിത്തങ്ങള് ലണ്ടനിലും കാനഡയിലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രകടമായ പഠിച്ച് അവിടുത്തെ ഇവിടെ ഇല്ലേ, ഗുരുസ് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ആ നാട്ടിലേക്കോട്ട് പോയി എല്ലാവരും അങ്ങോട്ട് ഗൾഫിലേക്ക് നാട്ടിലേക്ക് വിശ്വസിക്കാൻ എല്ലാവരും ഓടുക. സ്വാതന്ത്ര്യമായില്ല, അവിടെ ചട്ടി പ്രൈസ് ഇട്ടാൽ മതി, ആരും ചോദിക്കാനില്ല. അണ്ടർവെയർ നടന്നാൽ മതി, ആരും ചോദിക്കാനില്ല. ഇവിടെ നടക്കും നിങ്ങളുടെ സംസ്കാരം. അവിടുത്തെ സംസ്കാരം തിന്നിട്ട് കഴിവണ്ട തുടച്ചാൽ മതി, 1 2 പോയിട്ട് തുടച്ചാൽ മതി. എന്തിലാവുന്നുണ്ട് എന്ത് സംസ്കാരം? ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ പോലീസ് തൂറിയ കഴിവില്ല, തുടപ്പ ലോക പോലീസ്. നമുക്ക് ആ സംസ്കാരം പഠിപ്പിച്ചത് ഖുർആനല്ലേ. കഴിവുകള ചെറുതായിട്ട് കഴിക്കാൻ പോരാ, നല്ല പോലെ കഴിവട, പവറിൽ അടിച്ചിട്ടായിട്ട് കഴിവട, ഒരംശം നെജീസ് ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായിട്ട് പോയതിനു ശേഷം നീ പള്ളി കയറിയാൽ മതി. ഈ സംസ്കാരം ആരും പഠിപ്പിച്ചുകൊടുക്കും? ലോകത്തെ ഏത് മതം പഠിപ്പിച്ചുകൊടുക്കും? ഹൈദ് വന്നാൽ വൃത്തിയാവുന്നവരെ പള്ളിക്കടുത്ത് പോലും നിസ്കരിക്കാൻ പോകരുത്, നിഫാസ് വന്നാൽ വൃത്തിയാവുന്നവരെ അടുത്ത് പോകരുത്. സംസ്കാരം പഠിപ്പിച്ച മത ഇസ്ലാം. നമുക്ക് ഇത്ര നല്ല മതം ഇട്ടിട്ട് നമ്മളെന്തിന് ഈ നിരീശ്വരവാദികളുടെയും ഈ ജൂതനസ്രാണികളുടെയും പിന്നെ നമ്മൾ പോകുന്നത്? നമ്മുടെ ഔറത്ത് മറച്ച് നടക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന മതം. ഇതിനേക്കാൾ വലിയ മതകാരണില്ല, ഇതിനേക്കാൾ വലിയ മതമല്ല. ഇത് 2000 രൂപ കൊടുത്ത് പാന്റ് വാങ്ങിയിട്ട് 3 കീറ അവരെടുത്തത്, അയ്യത്തോടെ 3 കെട്ട് കെട്ടുന്നത് പോലെ 3 കീറക്കം. ഇനി 2 സ്ഥലത്തൂടെ കീറ് വരാവുള്ളൂ, ഫ്രണ്ടിലും ബാക്കിലും കൂടെ. അവിടെ വന്നാൽ തീർന്നാണ്ട് കാര്യം പോയി സംഭവം. നമ്മൾ മുട്ടൊക്കെ കീറിക്കുന്ന പ്രശ്നം ബൈക്കിൽ വീട് കീറിപ്പോയതായിരിക്കും. ഞാൻ ആദ്യം ഇറങ്ങിയ സമയത്ത് വിശ്വസിച്ചു പാവപ്പെട്ടവനാണ്, അങ്ങനെ രൂപ തുണി വാങ്ങിക്കപ്പെട്ട 500 കൊടുത്തു. സാധിപ്പെടുന്നത് ഭാഷനവസ്ഥ അല്ല, അവന്റെ അവസ്ഥ കീറിയ ഡ്രസ് ഉണ്ട്. നമ്മളെ വിഷമല്ല, നമ്മളെ മക്കളെ കീറിയ ഡ്രസ് ഉണ്ട്. ഇത് 2000 രൂപ കൊടുത്ത് ഡ്രസ് വാങ്ങിയിട്ട് കീറിക്കളയാണ്.
കണ്ടം വെച്ച തുണി നമ്മൾ ഇടുവോ? കണ്ടം വെച്ച തുണി, രണ്ട് തുണി, രണ്ട് കളർ തുണി കയറ്റി വെച്ച് തയ്ച്ചാൽ ഈ ഇത് ഇപ്പൊ 3, 4, 5 കളറായി. നല്ല പ്രശ്നമുണ്ടോ? എപ്പോഴും ന്യൂ ഫാഷൻ സലാമ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ദവാമ. എപ്പോഴും ജനങ്ങൾ പറഞ്ഞ ന്യൂ ഫാഷൻ സലാമ, ഇപ്പോഴത്തെ ന്യൂ ഫാഷനാണ് ഞങ്ങൾക്ക് സലാമത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ഗുഡ് നൈറ്റ് പറഞ്ഞു വിടും. കണ്ടല്ലേക്ക് തിരിച്ചു വാപ്പ, ഗുഡ് മോർണിംഗ് വാപ്പ. ഇവിടെ പറഞ്ഞു വാപ്പ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലേ പഠിപ്പിക്കാൻ പറ്റില്ല, അല്ലേ പഠിപ്പിക്കാൻ പറ്റില്ല. ഗൾഫിൽ പോയി 5 വർഷം അവിടെ നിന്ന് മാതാപിതാക്കൾ വരും. അപ്പൊ വാപ്പ വലിയ വിഷമം എയർപോർട്ടിൽ പോയി വാപ്പായെ നോക്കിയിട്ട് കാലനെ നോക്കിയിട്ട് പറഞ്ഞ വാക്ക് മോനെ സെർവന്റ് ആണെന്ന്. വാപ്പ ഇത് കണ്ടില്ല. എന്താ വാപ്പ വിചാരിച്ചെന്താ ഇംഗ്ലീഷ് പഠിപ്പിച്ചോട് ഗുണപ്പെട്ട് എന്നെ പൊക്കി പറയുന്നത്, എന്നെ പൊക്കി പറയല്ലേ. എന്നെ വിളിച്ച് ഉമ്മ വെച്ച് സന്തോഷിപ്പിച്ച് എന്റെ 14 ലക്ഷം പോയാലും എനിക്ക് കുഴപ്പമില്ല, നീ മാതാമ്മയുടെ മുന്നിൽ എന്നെ പൊക്കി പറഞ്ഞല്ലോ, എനിക്ക് അതിന്റെ സന്തോഷമായി. എല്ലാറിയാം വാപ്പാക്ക് സെർവന്റിന്റെ അർത്ഥം എല്ലാറിയാം. ഇതാ സംഭവിക്കാൻ പോകുന്നത്, ഇതാ സംഭവിക്കാൻ പോകുന്നത്. മരിച്ചുപോയി വാപ്പ എപ്പോഴാ സൈറ്റിലെത്തിക്കേണ്ടത്? എപ്പോഴാ സൈറ്റിലെത്തിക്കേണ്ടത്? ഈ കട്ടിടപ്പണിക്ക് മണൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എപ്പോഴാ കൊണ്ടുവരാൻ? വണ്ടി കൊണ്ടുവരാൻ നല്ല മോനെ പഠിപ്പിക്കട്ടെന്നും പറഞ്ഞ എപ്പോഴാ സൈറ്റിലെത്തിക്കേണ്ടത്? എന്താ അവസ്ഥ? ഇതൊക്കെയല്ലേ ദുനിയാവിൽ നടക്കാൻ പോകുന്ന സംഭവം. എല്ലാം മടങ്ങിക്കും, അല്ലാഹുവിലേക്ക് മടങ്ങിക്കും. ഇതൊക്കെ ദുനിയാവൊക്കെ നശിച്ച് നമുക്ക് കബറിനകത്തെങ്കിലും കുറച്ച് നാൾ സന്തോഷമായിട്ട് കിടക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് കിടക്കും. മുംതാസ് പോലും ഇപ്പൊ തൗബ ചെയ്യും. അടുത്ത ഷക്കീല തൗബ ചെയ്യാൻ പോവാ. മുംതാസ് തൗബ ചെയ്ത് കണ്ടിട്ട് ഇപ്പൊ ഷക്കീല ചോദിച്ചിരിക്കുന്ന, എടി നീ എങ്ങനെയാ തൗബ ചെയ്ത്? എന്റെ എല്ലാം പോയി കിടക്കുക, ഇത് ശരിയാവോ? ശരിയാവോ തൗബ ചെയ്യാൻ? നമ്മുടെ ചെയ്താൽ ചോദിക്കുന്നതുകൊണ്ട് തൗബ ചെയ്താൽ ശരിയാവോ അതെന്നെ ചോദിക്കുന്നത്. എത്ര തൗബ ചെയ്താലും ശരിയാവും. ഒന്നുമില്ലെങ്കിൽ ഷക്കീല ചോദിച്ചതിനകത്ത് അർത്ഥം ചിലപ്പോൾ അറിയാമല്ലോ. അവർക്ക് പുറത്തു കൊടുക്കാതൊന്നും നമുക്ക് പറയാൻ പറ്റുമോ? അല്ലേ? അത് എത്രയോ പേര് അങ്ങനെ മാറിയിട്ടുണ്ട്, എത്രയോ പേര് മാറി. തൗബ ചെയ്താൽ അന്ന് പുറത്തു കൊടുക്കാത്തവരാ. നമ്മളൊക്കെ തെറ്റിയാത്തവരാണോ? നമ്മളൊക്കെ തെറ്റിയാത്തവരാ? ഷക്കീലയുടെ യഥാർത്ഥത്തിൽ ഒരു ഫ്യൂച്ചറിൽ അവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചതാണ്. ഞാൻ പിഴയ്ക്കാൻ കാരണം എന്റെ മാതാപിതാക്കളാണ്. കാരണമുണ്ട്, കറക്റ്റാണ്. അവരുടെ യൗവനത്തിന്റെ കാലഘട്ടത്തിൽ തന്റെ സഹോദരിമാർക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ എന്നെ ഉപയോഗപ്പെടുത്തിയത് എന്റെ ഉമ്മയാണ്, ഉപ്പയാണ്. ഞാൻ അങ്ങനെയാണ് വഴിവഴിച്ചു പോയത്. അപ്പൊ ആരെയും ഉത്തരവാദിത്തം? അടിച്ചു പഠിച്ചോ? ചോദിച്ചത് വായിച്ചതാണ്, സംഭവം വായിക്കാണ്. നേരിട്ടുള്ള കണ്ട ഞാൻ ചോദിക്കാൻ, ഞാൻ പഠിച്ചത് ശരിയായിരുന്നു വായിക്കാനെന്ന് ചോദിക്കാറുണ്ട്. മുംതാസിനെ മാറ്റി പറഞ്ഞ ഉസ്താദ. ഒരു പണ്ഡിതനെ കണ്ടപ്പോഴാണ് എനിക്ക് എന്താണ് ആഗ്രഹമെന്നും നാളെ ഖബർ എന്താണെന്നും ജീവിതം എന്താണെന്നും എന്നെ മാറ്റിമറിക്കാൻ എനിക്ക് പ്രചോദനം നൽകിയത് ഒരു പണ്ഡിതനാണെന്നല്ലേ മുംതാസ് പറഞ്ഞത്. എത്ര പേര് മാറുന്നു, എത്ര പേര് മാറുന്നു, എത്രയോ പേര്. എത്ര വിദേശത്തുള്ള യൂറോപ്യൻ കൺട്രികളിൽ എത്രയോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നമ്മൾ പാരമ്പര്യ മുസ്ലിമായി നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്താ ഒരു ബോധമില്ലാതെ നമ്മൾ വെച്ചുകൊണ്ടെന്നാണ്. നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? തൗബ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നു, ഞാൻ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുമായിട്ട് ഇശാ നമസ്കരിച്ചിട്ട് മദീനയുടെ ഓരത്തൂടെ നടന്നു വരുമ്പോ ഒരു നിഖാബിട്ട ഒരു പെണ്ണ് വഴിയോരത്ത് നിന്നിട്ട് എന്നെ വിളിച്ചു, യാ അബൂ ഹുറൈറ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി.
റസൂലുള്ളാഹി തങ്ങളുടെ തോഴനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത് കണ്ടിട്ട് ഈ നിഖാബിട്ട സഹോദരി ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എനിക്ക് മാപ്പുണ്ടോ, പൊരുത്തമുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ തൻകുകി, എന്താണ് നിന്റെ തെറ്റ്? ഉടനെ ആ സഹോദരി പറഞ്ഞു, ഇന്നി സനൈതു വഖതൽതു വവലദ്തു വഖതൽതുഹാ, ഞാൻ വ്യഭിചരിച്ചു, വ്യഭിചാരത്തിലൂടെ എനിക്കൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നാശം നാശം നാശം, നിനക്ക് നാശം, ഹലകതി വഹലകതി, നീ നശിപ്പിച്ചു, നീ നശിച്ചു പോയി. ഫമാ അലൈകി തൗബ, നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പശ്ചാത്താപമില്ല കേട്ടോ പെണ്ണേ. ഫശഹിഖ ശഹിഖതൻ ഫഖറത് മർശിയ, ഉടനെ ഇത് കേട്ടപ്പോ പശ്ചാത്താപമില്ലേ എന്ന് ആരാ പറഞ്ഞത്? നബിതങ്ങളുടെ തോഴനാണ്, സന്തത സഹചാരിയായ അബൂ ഹുറൈറയാണ്. ആ അബൂ ഹുറൈറയുടെ വാക്ക് കേട്ടപ്പോൾ പതിരാ സമയത്ത് വഴിയോരത്ത് നിന്ന് ആ പെണ്ണ് മയങ്ങി വീഴുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ വീട്ടിലേക്ക് പോയി ചിന്തിച്ചു പോയി, പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തില് എനിക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയും? ഞാൻ എങ്ങനെ ഫത്വ കൊടുക്കും? ഞാൻ ചെയ്തത് എത്രയോ വലിയ തെറ്റാ. നേരം വെളുത്ത ഉടനെ ഇല്ലാഹുവിന്റെ റസൂലില്ല, അബൂ ഹുറൈറ റളിയല്ലാഹു തആല നേരെ ഓടുകയാണ് റസൂലുള്ളാഹിന്റെ അരികിലേക്ക്. അല്ലാഹുവിന്റെ റസൂലിനോട് പോയി കാര്യം പറഞ്ഞു. കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യം നബികളോട് പോയി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട മാത്രമേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അബൂ ഹുറൈറ, നീയാണ് നശിച്ചതും നശിപ്പിച്ചതും കേട്ടോ. നിനക്ക് തെറ്റുപറ്റി. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ കലാം നീ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? പടച്ച തമ്പുരാൻ പറയുന്നത്, വല്ലദീന യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ആയത്തോതി കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആലയുടെ മുന്നിൽ ഈ ആയത്ത് ഓതി കൊടുത്തു. എന്താണ് അർത്ഥം? അപ്പോൾ എന്നെ വീട്ടിൽ അടുത്ത വർഷം കാണാം കാണുന്നത്. അൽഹംദുലില്ലാഹ് ഈ ആയത്ത് കേട്ടില്ലേ? നീ എന്താ ഒറ്റയ്ക്ക് പത്ത് കൊടുക്കാൻ പോയി? ഈ ആയത്തൊന്നും അറിയാതെ പത്ത് ഓരോരുത്തരും അങ്ങനെയാണ്. ആ വിറ്റ് അച്ഛൻ പത്ത് കൊടുക്കും. ഈ ചെറുപ്പക്കാരൻ സഖീല ഞാൻ ഇവന്റെ പാവം ചെയ്ത് ഞാൻ ഈ പള്ളിക്ക് കയറി വരാൻ ഇപ്പൊ എത്രയോ പിള്ളേർ കാണും. ചെറുപ്പക്കാരൻ കുട്ടികളൊക്കെ, ഈ കുട്ടികളെ മാനവീയത്തിലെ നമ്പറെടുത്ത കുട്ടികളൊക്കെ കാണും. അവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പള്ളിയാണ്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ പള്ളിയിൽ നിങ്ങളെ മക്കളുടെ ദൈവത്തെ കൂടാതെ നല്ലൊരു ദിവസം ഇരുപത്തേഴൊക്കെ ആവാണ്ട് നിസ്കരിക്കാൻ വന്ന സാധാരണ ആൾക്കാരാണ്. നീ കയറിയ പള്ളി പോ, ഒരിക്കലും ഓടിച്ചു വിടരുത്. അവനെ ഇങ്ങോട്ട് പോവാ, ഇവിടെ നിർത്താം, എക്കെടുത്താൽ നിർത്തുക. പറഞ്ഞ് നിരാശപ്പെടുത്തി വിടാൻ പാടില്ല, ഒരിക്കലും പാടില്ല. മനുഷ്യരാണ്, കുറ്റം ചെയ്യാത്തവരാരാ, തെറ്റ് ചെയ്യാത്തവരാരാ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് നീ ഓതിയിട്ടില്ലേ, കണ്ടില്ലേ? ആരാണോ തെറ്റ് ചെയ്തത് അതിൽ നിന്ന് പശ്ചാത്തപിച്ചവർക്ക് പരിപൂർണമായി, തെറ്റ് ചെയ്ത് തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് നന്മ ചെയ്യുന്നവരാരാണോ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അല്ലാഹുവിന്റെ കാരണങ്ങൾ അറിയോ? ഏറ്റവും വലിയ ഖുർആൻ ഒരാൾ 10 വർഷം തിരിച്ചു അവൻ ഞാൻ ഒരിക്കലും മടങ്ങൂല ഇതിലേക്ക്. അല്ലാഹ്
പരിപൂർണമായി തൗബ ചെയ്ത് മരണം വരെ അവൻ അതിലേക്ക് മടങ്ങിയില്ല എങ്കിൽ ആ 10 വ്യഭിചാരവും അള്ളാഹു 10 തസ്ബീഹ് നിസ്കാരമാക്കി മാറ്റി കൊടുക്കും. 100 ലിറ്റർ വെള്ളം അടിച്ച് ജീവിതത്തിൽ ഒരു പ്രസംഗം കേട്ടു, തൗബ ചെയ്ത് മടങ്ങി, അല്ലാഹ് എന്റെ വിവരമില്ല പറയില്ല, പേരില്ല, നിർത്തി, ഇനി ഞാൻ അതിലേക്ക് മടങ്ങൂല, നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. ആ 100 ലിറ്റർ മദ്യത്തിന് പകരം 100 റക്അത്ത് നമസ്കരിച്ചതിന്റെ പ്രതിഫലം അല്ലാഹ് രേഖപ്പെടുത്തി കൊടുക്കും. ഈ 100 ലിറ്റർ വെള്ളം അടിച്ചവരാണ് അള്ളാഹ് തൗബ ചെയ്ത് മടങ്ങി ഞാൻ തെറ്റിലേക്ക് പോകില്ല. മറ്റേ ഐറ്റം ഉണ്ടല്ലോ അത് പേര് പറയാൻ പറ്റില്ല, നമ്മളെ ഇവന്റെ പേര് എവിടെ സ്വീകരിക്കാനാണ് സ്വീകരിക്കാനാ നമുക്ക് പറയാൻ ആവശ്യമില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയത്ത് കേട്ടിട്ട് അബൂഹുറൈറ ഓടുകയാണ്, ഓരോ തിരുവീതികളിലും ഓടുകയാണ്. പ്രാർത്ഥനയെ പോലെ കൊച്ചുകുട്ടികൾ പറഞ്ഞു, ഭ്രാന്തി പിടിച്ചു. കുട്ടികളെ പ്രമാണങ്ങളുള്ള ഭീകര സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം പറയാ ഭ്രാന്തി പിടിച്ചു എന്ന് പറഞ്ഞാല് അബൂഹുറൈറയ്ക്ക് ഭ്രാന്തി പിടിച്ചു. ഇവിടെ ഇങ്ങനെ പെണ്ണിനെ കണ്ട, ഇങ്ങനെ ഒരു നിസാമൊക്കെ ഒരു പെണ്ണിനെ കണ്ട, ഓടി 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 പാതിരാ സമയമായപ്പോ അതേ സ്ഥലത്ത് തന്നെ ആ സഹോദരി നിൽക്കുന്നത് കണ്ടിട്ട്, പെണ്ണെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഞാൻ പോയി നിന്നെ കുറിച്ച് ചോദിച്ചപ്പോ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഒരു മഹത്തായ ആയത്ത് എന്നെ ഓതി കേൾപ്പിച്ചു. എത്ര തെറ്റ് ചെയ്തവരാകട്ടെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ, എന്നിട്ട് അവർ സാലിഹായ അമലിൽ നിരതരായാൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തിന്മകളെല്ലാം അല്ലാഹു നന്മകളായി രൂപപ്പെടുത്തി കൊടുക്കുമെന്ന്, അതിന് ബദലായി നൽകുമെന്ന് ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ ഞാൻ വന്നതാണ്. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയ്ക്ക് മാപ്പ് ചോദിക്കുകയാണ്. സന്തോഷം കൊണ്ട് ആ സഹോദരി പെട്ടെന്ന് അലമുറയിട്ടിട്ട് മയങ്ങി വീഴുകയാണ്. സന്തോഷം, നേരത്തെ ദുഃഖം കൊണ്ട് മയങ്ങി, ഇപ്പൊ സന്തോഷം കൊണ്ട് പെട്ടെന്ന് മയങ്ങി വീഴും. ഉണർന്ന ഉടനെ അബൂഹുറൈറയോട് പറഞ്ഞു, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു തോട്ടം എനിക്കുണ്ട്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആ തോട്ടം ഞാൻ സദഖ ചെയ്തിരിക്കുന്നു. സന്തോഷം, എനിക്കന്ന് പുറത്തു തന്നു എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം. അല്ലാഹു തആല അവർക്ക് കൊടുത്ത ആ ഒരു സമ്പത്ത് നമ്മൾ മനസ്സിലാക്കി. നമുക്കൊരു ക്യാൻസർ രോഗത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി നമ്മൾ എത്ര സദഖ ചെയ്യുന്നുണ്ട്? ഒരു ഹാർട്ട് അറ്റാക്കിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി എത്ര സദഖ ചെയ്യുന്നുണ്ട്? വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിയേണ്ടി വന്നു, പക്ഷേ എനിക്ക് അല്ലാഹു രക്ഷ നൽകി. എത്ര സഹായം നമ്മൾ അല്ലാഹുവിനോട് ശുക്ർ. നമ്മളൊരു തെറ്റ് ചെയ്താൽ സദഖ ചെയ്യണം, ഒരു തെറ്റ് ചെയ്താൽ സദഖ ചെയ്യണം. അറബികൾ മലയാളം തെറ്റ് ചെയ്താൽ പെട്ടെന്ന് ഒരു ആടിനെ അവർക്ക് കൊടുക്കും. ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തിട്ട് ആൾക്കാർ കൊടുക്കണമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പാപത്തിന് പരിഹാരമാണ് ഈ സദഖാത്തുകൾ. അങ്ങനെ ആ സഹാബത്ത് വനിത സദഖ ചെയ്തു, അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു. സുഹൃത്തുക്കളെ, നല്ലൊരാവാണ്. നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാരാ? തെറ്റ് ചെയ്യാത്തവരാരാ? നമ്മൾ ഒരിക്കലും കരുതരുത് എനിക്ക് എന്റെ പാപം പുറത്തരില്ല. ആരെങ്കിലും പുറത്തരുടാ എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ പാപം പുറത്തു പോകില്ല. അങ്ങനെ പറഞ്ഞവന്റെ പാപം പുറത്തു പോകില്ല. അതുകൊണ്ട് ഒരാളും അങ്ങനെ പറയരുത്. നമ്മുടെ പാപം പുറത്തു തരും. നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ഇനി മരണം വരെ തെറ്റില്ലാതെ ജീവിക്കാൻ ഒരു പരിശ്രമം നമ്മൾ നടത്തണം. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഒരു തെറ്റ് വീണുപോയാൽ പെട്ടെന്ന് അല്ലാഹുവിലേക്ക് മടങ്ങി പശ്ചാത്തപിക്കണം. തെറ്റുകാരനായി മരിച്ചു പോയാൽ നമുക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റൂല. ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെങ്ങാനും നമ്മൾ മരിച്ചുപോയാൽ പടച്ചോ നമ്മളെ കാക്കട്ടെ, നമുക്ക് പറയാൻ പറ്റൂല നമ്മുടെ ആത്മഹത്യ എങ്ങനെയാകുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവോട് എപ്പോഴും ചോദിക്കണം, പടച്ചവനെ തെറ്റുകാരനായി മരിപ്പിക്കരുത്. തെറ്റില്ലാത്ത ജീവിതം നയിച്ച് സന്തോഷത്തോടു കൂടി മരിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി അല്ലാഹുവോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള ഒരു അസുലഭ സന്ദർഭവും അവസരവുമാണിത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങുകയും നമ്മുടെ മക്കളെ ആ വഴിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യണമെന്ന് വിനീതമായി
ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രസംഗം നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. തറാവീഹ് ഫിത്ർ നിസ്കാരമുണ്ട്. അതിൽ നമുക്ക് കുറെ സമയം ദുആ ചെയ്ത് അല്ലാഹുവിനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് റാഹത്തായ ഭക്ഷണവും പിന്നെ ദുആയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായ നിലയിൽ സഹകരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെ ഇബാദത്തുകളും അഅ്മാലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. അവിടെ പോകില്ല നമുക്ക് ഇനി അടുത്ത നമ്മുടെ കുട്ടികളും നമുക്ക് നമ്മുടെ ഇവിടെ ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും 12 കുട്ടികളെ ആൺപെൺകുട്ടികൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഹാഫിളുകളാക്കി അവരെ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് അതിന്റെ തുടക്കം നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ 10 മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ ജുസു മനഃപ്പാഠമാക്കിയ ആൺപെൺ മക്കൾക്ക് ഇവിടെ ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ 10 മാസ കാലയളവിൽ ഒരു ദിവസം പോലും ആബ്സെന്റ് ആകാതെ കൃത്യമായി പള്ളിയിൽ സ്കൂളിൽ കോളേജിൽ എത്തിയിട്ടുള്ള കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന അടുത്ത ദിവസത്തേക്ക് അടുത്ത വർഷത്തേക്ക് പുതിയതായിട്ട് അഡ്മിഷന് വേണ്ടി അപേക്ഷകൾ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മുടെ മക്കളെ വരുന്ന വർഷത്തിലേക്ക് നമ്മൾ ഈ സ്ഥാപനത്തിലോട്ട് പഠിപ്പിക്കാൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും +1 +2 കൂടി തന്നെ എല്ലാം നല്ല മത ഭൗതിക വിദ്യാഭ്യാസം നൽകാനുള്ള എല്ലാ വഴികളും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരുക്കുന്നുണ്ട്. നല്ലവരായ നാട്ടുകാർ അതിനു വേണ്ടി പരിശ്രമിക്കണം. കുറഞ്ഞ സീറ്റ് കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ഈ പ്രിൻസിപ്പളുമായി നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് അഡ്മിഷൻ ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തണം. അതിന്റെ ഉദാഹരണം എന്ന നിലയിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ മക്കളെ ആദരിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതുകൂടെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരു ദുആ ചെയ്തിട്ട് പോകാം. മലയാളത്തിൽ വായിക്കുന്ന സമയം കിട്ടില്ല. അതിപ്പോ ഒന്ന് പോകാൻ പിന്നെ നമുക്ക്